ഒരിക്കൽ കൂടെ നമ്മുടെ ജീവിത മേഖല സമർപ്പിച്ചിട്ട് കരങ്ങൾ ഉയർത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയം തുറന്ന് അതിരം തുറന്ന് നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിൽ തുറന്ന് സ്തുതിക്കാനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവേ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക് നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദിനത്തിലെ ഈ മണിക്കൂറിൽ കർത്താവ് നിന്റെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്ന ഉടമ്പടി എടുക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങൾ നമ്മൾ കേൾക്കാൻ പോകുന്നു. നമ്മൾ എപ്പോഴും ഒരു സാക്ഷ്യ വിചാരം നടത്തുമല്ലേ. ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു രീതിയാണത്. ഈ ആഴ്ചയിൽ ഏറ്റവും നല്ല സാക്ഷ്യത്തെ വചന വിചാരണ ചെയ്യും. ഈ എല്ലാ ദിവസവും ഭയങ്കരമായ നമുക്ക് ആവേശവും ആശ്വാസവും ആത്മാഭിഷേകവും ഒക്കെ നൽകുന്ന നല്ല നിലവാരമുള്ള ഉടമ്പടി സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ചില സാക്ഷ്യങ്ങളാണ് നമ്മുടെ ആരാധനയ്ക്കായി നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ ആഴ്ചയിൽ സെലക്ട് ചെയ്യുന്നത് ഒരു വല്യമ്മച്ചി പറഞ്ഞ സാക്ഷ്യ, ഡാർലി റോയി ചേന്നമംഗലത്തുനിന്ന്. ഈ സാക്ഷ്യം പല കാര്യങ്ങൾ കൊണ്ട് ഉടമ്പടി ഫീച്ചേഴ്സ് ഉള്ളതാണ്. ഉടമ്പടി ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഉടമ്പടിയുടെ മുഖമുദ്രയുള്ള സാക്ഷ്യം. ഒന്ന്, ഹെവി ഡ്യൂട്ടി ചെയ്യണം. അതാണ് ഉടമ്പടിയുടെ ഒരു മുഖമുദ്ര. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്രാർത്ഥനാ രീതികൾ, സഭയിൽ എന്തുമാത്രം അനുഗ്രഹം കിട്ടുന്ന പ്രാർത്ഥനകൾ കൊണ്ട് ഇല്ലേ, നമ്മൾ അതുവഴിയല്ലേ ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഉടമ്പടിയുടെ സ്പെഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഹെവി ഡ്യൂട്ടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ പൊക്കണം. പവർ ലിഫ്റ്റ് പോലെയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഉടമ്പടിയുടെ ഫീച്ചർ എന്ന് പറയുന്നത് കവനൻ്റ് ഫീച്ചേഴ്സ്. ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ടൈം ഷോർട്ടനിങ് ചെയ്യണം. എപ്പോഴെങ്കിലും നടക്കുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴെങ്കിലും നടന്നാൽ പോരാ. ആവശ്യ സമയത്ത് നമുക്ക് അത്യാവശ്യ സമയത്ത് ഉപകരിക്കണം. അതാണ് ടൈം ഷോർട്ടനിങ്. സമയം എന്ന് പറയുന്നത് ഉടമ്പടി പോലെ സമയത്തെ വളരെ സ്വാധീനിക്കുന്ന, സമയത്തെ സ്വാധീനിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ള വിഷയം സമയത്തെ സ്വാധീനിക്കുക, സ്ഥലത്തെ സ്വാധീനിക്കുക. ഈ രണ്ട് സ്വാധീനങ്ങളിലൂടെയാണ് നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റണത്. എപ്പോഴും സമയത്തെ സ്വാധീനിക്കാലും അപ്പോൾ ഒരു വിഷയം എന്തായിക്കോട്ടെ, അതിന് രണ്ട് പ്രധാനപ്പെട്ട തട്ടകങ്ങളുണ്ട്. ഒന്ന് ടൈം ആൻഡ് സ്പേസാണ്. ആദ്യം സമയത്തെ സ്വാധീനിക്കണം, പിന്നെ സ്ഥലത്തെ സ്വാധീനിക്കണം. ഇത് രണ്ട് സ്വാധീനിക്കുമ്പോഴാണ് ഷോർട്ടണിങ് സംഭവിക്കണത്, സ്പീഡ് സംഭവിക്കണത്. അതിന് ബൈബിളിൽ നമുക്ക് ഇന്ന് വരെ കവനൻ്റ് അല്ലാതെ വേറെ ഒരു ഫോർമുല ഇല്ല. കവനൻ്റെ ഒരു ഫോർമുലയാണ്, ഒരു സൂത്രവാക്യം. സൂത്രവാക്യം എന്ന് വെച്ചാൽ നമുക്ക് ടെക്നിക്ക് എന്ന് പറയത്തില്ലേ, ടെക്നിക്ക്, സൂത്രം എന്നൊക്കെ പറഞ്ഞ വാക്ക് നിങ്ങൾ ഓർക്കേണ്ട ഉപായം പോലെയുള്ള എന്തോ സൂത്രപ്പണി എന്നല്ല. ടെക്നിക്കാണ്, ടെക്നോളജി എന്ന്, സാങ്കേതിക വിദ്യ. ഒരു ബൈബിൾ സാങ്കേതിക വിദ്യയാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി എന്ന് പറയുന്നത്. അത് ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണ്. ഒരു പ്രത്യേക ഇക്വേഷൻ, സമവാക്യത്തിലാണ് ഇത് വർക്ക് ചെയ്യണത്. അത് ഞാൻ നിങ്ങളോട് പതുക്കെ പറയാം. അപ്പം ആ സമവാക്യം ഉപയോഗിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഫോർമുല ഉപയോഗിക്കുമ്പോഴാണ് ടൈം ഷോർട്ടനിങ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ടെക്നിക്കൽ ബേസ് ചെയ്ത് മനസ്സിലാക്കണം. ഒരു ഭക്തകൃത്യം, ഭക്താനുഷ്ഠാനം ആയിട്ട് ഇതിനെ റെഡ്യൂസ് ചെയ്യരുത്. മേ ബി ദൈവത്തോട് ഇടപെടുന്ന എല്ലാ വിഷയങ്ങളും നമുക്ക് ഭക്തി ഉണ്ടാവും. ഭക്തി ഇല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റും? പക്ഷേ ഭക്തി മാത്രമല്ല ഇതിൻ്റെ പിന്നിലുള്ളത്. ഭക്തിയുടെ ഒരു വൈകാരിക അംശമല്ല, മറിച്ച് ആധ്യാത്മിക സാങ്കേതിക വിദ്യയുടെ ഒരു വിചാര അംശം ഉടമ്പടിയിലുണ്ട്. അതുകൊണ്ടാണ് ഒരു മിനിമം വിദ്യാഭ്യാസ യോഗ്യതയെങ്കിലും ഇല്ലെങ്കിൽ ഉടമ്പടിയുടെ ഉള്ളിലോട്ട് പോകാൻ പറ്റത്തില്ല. പുറമേയൊക്കെ നമുക്ക് കറങ്ങി നിൽക്കാവുന്നല്ലാതെ ഉടമ്പടിയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുകയില്ല. തന്ത്രപരമായിട്ടുള്ള സമീപനങ്ങൾ സുവിശേഷ വിഹിതമായിട്ട്
ഒരു വിശ്വാസിക്ക് അറിയണം. അതുകൊണ്ടാണ് ഉടമ്പടിയിലേക്ക് സാക്ഷരത വരുന്നത്. 200 സാക്ഷരതാ ക്ലാസ്സായില്ലേ ഉടമ്പടി സാക്ഷരത, എല്ലാ ദിവസവും ഉണ്ടാവും. ഇതിൻ്റെ മൂന്നാമത്തത്, ഈ ടൈം ഷോർട്ടനിങ്ങിൻ്റെ മൂന്നാമത്തെ വിഷയം, മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ഉടമ്പടിയുടെ മൂന്നാമത്തെ ഫീച്ചർ മെരിറ്റിൽ നടക്കാത്തതായിരിക്കണം. ദൈവമനസ്സിൻ്റെ ഏറ്റവും വലിയൊരു വെളിപ്പെടുത്തലാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. പക്ക ഉടമ്പടി ഫീച്ചേഴ്സുള്ള, അതായത് ടൈം ഷോർട്ടനിങ് ചെയ്യുന്ന, സമയത്തെ ചുരുക്കുന്ന, അതുപോലെ തന്നെ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്ന, യോഗ്യത കൊണ്ടല്ലാതെ കൃപ കൊണ്ട് വർക്ക് ചെയ്യുന്ന, അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ചെയ്യുന്ന. പല ആൾക്കാരും പല വിധത്തിലും ട്രൈ ചെയ്തിട്ട് നടക്കാത്ത ഒരു കാര്യം. ഇതാണ് ഈ ഡാർലി റോയി പറയുന്ന ഒരു സാക്ഷ്യം. ഉടമ്പടിയുടെ 3 മുഖമുദ്രകൾ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങളെ രക്ഷപ്പെടും. ഉടമ്പടിയുടെ ഏതെങ്കിലും ഒരു കാര്യം വർക്കൗട്ട് ചെയ്യും, നോട്ട് ബൈ മെറിറ്റെങ്കിലും വർക്ക് ചെയ്താൽ നിങ്ങളുടെ കാര്യം തീരുമാനമാകും. അതുകൊണ്ട് എൻ്റെ മക്കൾ വളരെ ശാസ്ത്രീയമായി സൂക്ഷ്മതയോടെ ആണ് നിങ്ങളുടെ വിഷയങ്ങളെ ഉടമ്പടി ആപ്ലിക്കേറ്റ് ചെയ്ത് പഠിക്കണം. ഇത് ഉടമ്പടി ഒരു ആപ്ലിക്കേഷൻസാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ വ്യത്യസ്തമായ ആപ്ലിക്കേഷൻസ് രീതികളുണ്ട്. ഓരോരുത്തരും ഓരോ രീതികളാണ് ഉപയോഗിക്കുന്നത്. ആ ബിബ്ലിക്കൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ, ഞാൻ അവിടെ ബൈബിൾ പഠിക്കുന്നത് എപ്പോഴും സ്കൂൾ അനുസരിച്ചാണ് പഠിക്കുന്നത്. ഉടമ്പടിയുടെ സ്കൂൾസ്, ഇപ്പോൾ എന്താ, സാംസൺ എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, മോസസ് എന്ത് സ്കൂളാണ് ഉപയോഗിച്ചത്, അതുപോലെ ഇങ്ങോട്ട് ഓരോ മനുഷ്യരും ദൈവത്തെ കണ്ടെത്തി ജീവിതത്തിൻ്റെ വലിയ ഭാരങ്ങളെ അതിജീവിച്ച, വെല്ലുവിളികൾ അതിജീവിച്ച മനുഷ്യന്മാർ കണ്ടുപിടിച്ച മാർഗങ്ങളൊക്കെ എപ്പോഴും ബൈബിള് വളരെ സുന്ദരമായ രീതിയിൽ. നിങ്ങളോട് ബൈബിൾ വായിക്കാൻ പറഞ്ഞില്ലേ, 1 മണിക്കൂർ എല്ലാ ദിവസവും, അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്ന് ഉടമ്പടിയുടെ നിബന്ധനയുടെ ഭാഗമാണ്. അത് എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് എല്ലാവരും വായിക്കുകയല്ല. അതിൽ ബൈബിള് ദൈവത്തെ കൺഫ്രണ്ട് ചെയ്ത ഓരോ ബൈബിൾ വ്യക്തിത്വങ്ങളുണ്ട്. ഉദാഹരണത്തിന് കിങ് ഡേവിഡ്, ദാവീദ് രാജാവ്, അദ്ദേഹം ഉപയോഗിച്ച മെത്തേഡ്, ദൈവാഭിമുഖ്യത്തിന് ഉപയോഗിച്ച മെത്തേഡ്. അങ്ങനെ എന്ത് മെത്തേഡാണ് ഉപയോഗിച്ചത്? അങ്ങനെ സാവൂളിൻ്റെ അടുത്ത് വരുമ്പോൾ, സാവൂൾ ഫിലിസ്തീനുമായിട്ടുള്ള ഗംഭീര യുദ്ധം നടക്കുകയാണ്. എല്ലാ സേനാ നായകന്മാരും പട്ടാള ജനറൽമാരെല്ലാം ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുകയാണ്. ലീവ് എടുത്ത് വീട്ടിൽ പോയവന്മാരെ അവരുടെ ഭാര്യമാർ വിടണില്ല യുദ്ധത്തിലേക്ക്, തിരിച്ചു വരികയില്ലെന്ന് അവർക്കറിയാം. ഗോലിയത്തല്ലേ അപ്പുറം നിൽക്കണത്. അതുകൊണ്ട് ഭാര്യമാരെല്ലാം ഇവരെ വട്ടപ്പൊട്ടിട്ട് പിടിച്ച് വീട്ടിൽ കുത്തി കെട്ടിയിട്ടിരിക്കുകയാണ് ഭർത്താക്കന്മാരെ. സാവൂൾ നിന്ന് തിരികെ പമ്പരം പോലെ ചുറ്റിക്കണം. കാര്യം പട്ടാളക്കാരെല്ലാം ലീവ് എടുത്ത് പോയി. പട്ടാള ജനറൽമാരൊക്കെ എല്ലാം അവരുടെ ഭാര്യമാർ പോയില്ലേ, ഞങ്ങൾക്കാരുമില്ല, കുഞ്ഞിനാരുമില്ല, എനിക്കാരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീര് കൊണ്ട് കാല് കെട്ടി വെച്ചിരിക്കുകയാണ് എല്ലാത്തിനെയും പട്ടാളക്കാരെ. ഇങ്ങനൊരു അവസ്ഥയിലാണ് അപ്പം കൊണ്ട് ജസ്സയെ പറഞ്ഞു വിട്ടിട്ട് ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ദാവീദ് വരണത്. ദാവീദ് ഇവിടെ വരുമ്പോൾ സിറ്റുവേഷൻസ് ദാവീദ് മനസ്സിലാകും. എന്താ കാര്യം? ഇത് സാവൂൾ യുദ്ധം ജയിക്കാൻ പോകുന്നില്ല. ഇസ്രായേൽക്കാരെ അപ്പം പോലെ തന്നെ ഫിലിസ്തീൻസ് തിന്നു തീർക്കും. അപ്പോൾ ആ മനുഷ്യന് പെട്ടെന്ന് ആത്മാഭിഷേകം ഉണ്ടാകും. ഒരു ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം അവനെ ഒരുക്കുകയാണ്. ഇതാണ് ഹെവി ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗോലിയത്താണ് ഹെവി ഡ്യൂട്ടി. ഈ ഹെവി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി ദൈവം ഇവനെ ഒരുക്കുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ ദൈവം തന്നെയാണ് ഉടമ്പടിയുടെ ദൈവം. ഈ ദൈവം തന്നെയാണ് നിന്നെ ഒരുക്കാൻ പോണത്. നിൻ്റെ മുമ്പിലുള്ള ഗോലിയാത്തിനെ, അതവൻ എത്ര ഭീകരനായാലും അതിനെ എല്ലാം പ്രതിരോധിക്കാനുള്ള കഴിവ് ദൈവം ഉടമ്പടി നിക്ഷേപിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദാവീദ് നേരെ സാവൂൾ രാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ യുദ്ധത്തിന് പോകാമെന്ന് പറയും. അത് പറയണത് ഒരു ധൈര്യത്തിൻ്റെ പേരിലാണ്. അതൊക്കെ തന്നെ കാര്യം, അതൊക്കെ മുമ്പ് തന്നെ ഇവന് അഭിഷേകം വാങ്ങിച്ചിട്ടുണ്ട്.
ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഉടമ്പടി നിങ്ങൾ ആത്മാവിൽ ഒരു അഭിഷേകം കിട്ടാനുള്ള എല്ലാ സാധ്യതയും ഉള്ളത് ഉടമ്പടിയിലാണ്. അതുകൊണ്ടാണ് ഇതിനകത്ത് അഭിഷേക തൈലം ഉപയോഗിക്കാൻ കാര്യം. ചിലരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ വെളിച്ചെണ്ണ എന്നൊക്കെ പറയത്തില്ലേ, വെളിച്ചെണ്ണ അല്ല, ശുദ്ധമായ ഒലിവെണ്ണയാണ് നിങ്ങൾക്ക് ഉടമ്പടി തൈലമായിട്ട് തരണത്. 12 പ്രാവശ്യം പ്രത്യേക പ്രാർത്ഥന ചൊല്ലിത്തരും. അത് അഭിഷേകം ചെയ്താണ് ഉടമ്പടി പ്രാർത്ഥന നടത്തണം നമ്മൾ, ഇല്ലേ? ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ഉടമ്പടി തൈലം എടുത്തിട്ട് നെറ്റിയിൽ നിങ്ങളുടെ അഭിഷേകം പുതുക്കും. ആ ബന്ധം പുതുക്കുകയാണ് നമ്മൾ. അതിലൂടെ യു ആർ ഗെറ്റിംഗ് എംപവേർഡ്. നിങ്ങൾ അതിലൂടെ ശക്തി ധരിക്കുകയാണ്. ആ ഒരു ബോധമുണ്ട്. ഇതൊരു അനുഷ്ഠാനമല്ല, അതിലൂടെ നിങ്ങൾ ശക്തി ധരിക്കുകയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അഭിഷേകത്തിൻ്റെ ഒരു ആശംസയുണ്ട്. അഭിഷേകം ചെയ്യുമ്പോൾ ദൈവം ഒരു ആശംസ കൊടുക്കും. എന്താ കൊടുക്കേണ്ടത്? ശക്തനും ധീരനുമായിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് ഒരു ഒപ്പോണൻറ്റിനെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും ഉടമ്പടി ചെയ്യിക്കുന്നത്. ഒരു ഒപ്പോണൻറ്റ് ചിലപ്പോൾ നിങ്ങളുടെ പഠനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തോറ്റുപോകുന്ന അവസ്ഥകളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗോടമ്പടി നടക്കാത്ത സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എതിർക്കുന്ന അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ തന്നെ നിങ്ങളുടെ ചതിപ്രയോഗം നിങ്ങൾക്കെതിരെ നടത്തുന്ന വ്യക്തിയാകാം. എനിവേ ഒരു ഒപ്പോണൻറ്റിനെ, എതിരാളിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം എപ്പോഴും അഭിഷേകം ചെയ്യണത്. എന്നിട്ട് ദൈവം പറയുന്ന ഒരു ആശംസയുണ്ട്. എന്താണ് ആ വായിച്ചുള്ളത്? ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ ഉടമ്പടി അഭിഷേകത്തിലൂടെ നമ്മൾ അനുസ്മരിക്കണം എന്താണെന്നറിയാവോ? ഈ ശക്തനും ധീരനുമായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജിക്കാർ പറയുന്ന പോലെ ഒരു സജഷൻ ടെക്നിക്ക് അല്ലത്. ഓർക്കണം. അതായത് ഇത് വിശ്വാസവും മനഃശാസ്ത്രവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. മനഃശാസ്ത്രം ഇല്ലാത്തതുണ്ടെന്ന് മനുഷ്യനെ ധരിപ്പിക്കാൻ വേണ്ടി ഹിപ്നോട്ടിസമോ സജഷൻ മെത്തഡോ ഉപയോഗിക്കും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? സജഷനല്ല, പിന്നെന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ശക്തനും ധീരനുമായിരിക്കുക എന്ന് ആശംസിക്കുമ്പോൾ ഓർക്കുക, ആ ശക്തനും ധീരനുമായിരിക്കേണ്ടത് എന്താണ്? ദ ലോർഡ് ഈസ് വിത്ത് മീ. ദൈവം എന്നെ അഭിഷേകം ചെയ്ത ദൈവം അഭിഷേകം ചെയ്തിട്ട് അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുകയല്ല, ഈസ് കമ്മിങ് വിത്ത് മീ. ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം നൽകുന്നത്. മനസ്സിലായില്ലേ? വിജയം എന്ന് പറഞ്ഞാൽ എല്ലാ മണ്ഡലങ്ങളിലുമാണേ, അല്ലാതെ പരീക്ഷയ്ക്ക് മാത്രമല്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളിലും നമുക്ക് വിജയം നൽകണത് ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ ദൈവത്തെ കൂടെ നിർത്തണമെന്ന് പറയാൻ കാര്യം. മനസ്സിലായില്ലേ? ചിലർ ഉടമ്പടി എടുത്തിട്ട് ഇവിടെ അതെന്താ ഒരു കർമ്മം പോലെ ഇവിടെ നിർവഹിച്ചിട്ട് നിങ്ങൾ പഴയ ആൾക്കാരായിട്ട് പോകും. അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഉടമ്പടി എടുക്കുമ്പോൾ അതിൻ്റെ പാക്കേജിൻ്റെ ഭാഗമാണ് ദൈവം കൂടെ വരിക. വിജയം കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ വരിക തന്നെ വേണം ദൈവം. ഈ ദൈവം കൂടെ ഉണ്ട് എന്നുള്ള അഭിഷേക ഓർമ്മയാണ് ഓരോ സമയവും നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഉടമ്പടി തൈലമെടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത്. മൈ ഗോഡ് ടു ഹൂം ഐ ഹാവ് കവനൻറ്റഡ്. ഞാൻ ഉടമ്പടി ചെയ്ത ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം എനിക്ക് വിജയം നൽകും. നമ്മൾ സാമുവേലിൻ്റെ 1 സാമുവേൽ 18:14 ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 18:14 കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ. ഏറ്റു പറഞ്ഞേ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ. എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. പ്രൈസ് ദി ലോർഡ്. അതായത് ഈ കൂടെയുള്ള ഉടമ്പടി പ്രകാരം കൂടെയുള്ള ദൈവമാണ് നമുക്ക് വിജയം തരുന്നത്. അപ്പോൾ ദാവീദിൻ്റെ വിജയം മുഴുവൻ എങ്ങനെയാണ്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിൻ്റെ വിജയമാണ്.
അത് കാരണം കക്ഷിയുടെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റിയപ്പോഴും ദാവീദ് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പോകുന്ന വാഹനം പെട്ടെന്ന് ഏതെങ്കിലും വാഹനത്തോടുകൂടി ഒന്ന് തട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങൾ ആദ്യം ചെയ്യണത്, ഇപ്പോൾ യൂറോപ്പിലെ എവിടെയൊക്കെ പോകാനുള്ളവരാണെങ്കിൽ ആദ്യം അവിടെ വിസ സേഫാണെന്ന് നോക്കും അല്ലേ. വണ്ടി തട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നം തന്നെ. നമ്മുടെ പാസ്പോർട്ട് വിസയും ശരിയാണെന്ന് സേഫ് കയ്യിലുണ്ടോ എന്ന് നോക്കും. അത് മുറുകെ കയറി പിടിക്കും. ചിലർ താക്കോൽ പിടിക്കും. അതായത് നമ്മളെ നിലനിർത്തുന്ന ആധാരങ്ങളിലും ആസ്പദങ്ങളിലും നമ്മൾ പിടിമുറുക്കും എന്തെങ്കിലും ഒരു അപകടം വരുന്ന സമയത്ത് അല്ലേ. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അപകടം വരുന്നെന്ന് വിചാരിച്ചോ, വാഹനാപകടമൊന്നുമല്ല, ജീവിതത്തിൽ മനുഷ്യന്മാരാകുമ്പോൾ ഓരോരോ തരത്തിലുള്ള കാലാവസ്ഥ ഭേദങ്ങൾ വരത്തില്ലേ. ഈ കാലാവസ്ഥ ഭേദങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പിടിമുറുക്കേണ്ട എവിടെയാണ്? നമ്മുടെ ആസ്പദങ്ങളിലാണ്. പക്ഷെ നമ്മുടെ ബേസിക് ആസ്പദം എന്താ? ദൈവമാണ്. മനസ്സിലായില്ലേ? ബേസിക് ആസ്പദം. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു ഇപ്പോൾ ഈ ഡോണ ചേച്ചി എടുത്ത ഡോണ അല്ല, ഡാർലി ലേമിച്ചിയുടെ സാക്ഷ്യത്തിൻ്റെ കൂടെ വേറൊരു സാക്ഷി ബിന്ദു പറഞ്ഞിട്ടുണ്ട്, കുടപ്പനാൽ. ബിന്ദുവിൻ്റെ സാക്ഷ്യവും വിചാരണയ്ക്ക്, ആധ്യാത്മിക വിചാരണയ്ക്ക് കെൽപ്പുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഭർത്താവിനെ വാഹനം ഇടിച്ചു. കുറേ നട്ടലുകൾ ഒടിഞ്ഞുപോയി. ഇയാൾ വെൻറ്റിലേറ്ററായി കഴിഞ്ഞപ്പോൾ, പക്ഷേ ഇവരുടെ വൈഫ് ബിന്ദു അവരാണ് ഉടമ്പടി എടുത്തത്. അവരെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉടമ്പടി കാശ്രൂപം കൊണ്ടും തൈലം കൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഇങ്ങനെ രക്തത്തിൽ പിടഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യന് ആദ്യം ഉടമ്പടി തൈലം വായിലൊഴിച്ച് കൊടുക്കും, കാശ്രൂപം കയ്യിൽ കൊടുക്കും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യനെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക. പക്ഷേ ഇവർ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണത്. കാര്യം ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളവർ ഉടമ്പടി എക്സിക്യൂട്ട് ചെയ്യാൻ യോഗ്യതയുള്ളവരായിരിക്കും. അപ്പം ഞാനോർക്കുവേ, നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് പണ്ട് എപ്പോഴും ഞാൻ ആശുപത്രി സന്ദർശനത്തിന് പോകുമായിരുന്നു. അതൊരു ശുശ്രൂഷയായിട്ട് എടുത്ത് പോകുമായിരുന്നു എല്ലാ ദിവസമൊക്കെ. പിന്നെ ഈ പ്രാർത്ഥനയുള്ള ഇത് കാരണം ഇടവക്കാരും ആശുപത്രി കിടക്കുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചില സമയത്തൊക്കെ ചില ഭർത്താക്കന്മാരൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഈ പൾസ് കുറയുകയോ അല്ലെങ്കിൽ ബോധം പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയുള്ള ഭാര്യമാരൊക്കെ വലിയ സ്വരത്തിൽ കർത്താവേ മാതാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശുപത്രി കിടന്ന് കാറ് നിലത്ത് വീണ് അവർക്ക് ചാകാനൊക്കെ പോണ പോലെയൊക്കെ. ഇപ്പോൾ ആര് ചാകുമെന്ന് നമുക്ക് കൺഫ്യൂഷനായി പോകും. ചില സത്യമായ ചില ചേട്ടത്തിമാരെ കല്യാണം കഴിക്കാൻ യോഗ്യതയില്ലാത്തവർ ഒത്തിരി പേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജീവിത പങ്കാളിയെ വിശ്വാസം കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ പുരുഷധനമോ ഏറ്റവും വലിയ സ്ത്രീധനമോ. ഏറ്റവും വലിയ പുരുഷധനമെന്ന് പറയണതും ഏറ്റവും വലിയ സ്ത്രീധനമെന്നും പറയണതും ഒരു ക്രൈസിസിൻ്റെ മുമ്പിൽ ദൈവത്തെ പിടിച്ചെടുക്കാൻ കഴിവാണ് കരുത്തെന്ന് പറയണത്. അപ്പോൾ ഈ മനുഷ്യൻ പറയണതേ, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ബന്ധുക്കളും ഡോക്ടേഴ്സൊക്കെ ആശുപത്രി വരുന്നതും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതും, പക്ഷേ ഈ അസ്ഥികളെല്ലാം എൻ്റെ നെഞ്ചത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഓടണ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയും ഞാൻ പെട്ടുപോയെന്ന് പറയും. അപ്പോഴീ വൈഫിൻ്റെ സ്വരം ഈ മനുഷ്യൻ കേൾക്കും. പക്ഷേ നമ്മളിവിടുന്ന് പോകും, മാതാവ് നമ്മളെ സുഖപ്പെടുത്തി കൊണ്ടുപോകും. എന്താ പറയുക, ഇതാണ് എൻ്റെ ധൈര്യം എന്ന് പറയും. ഇതാണ് എൻ്റെ ധൈര്യം. അതുവെച്ചാൽ ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടി എടുക്കുന്ന വ്യക്തിയിൽ ശരിക്കും പറഞ്ഞ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ്, ഉടമ്പടി എപ്പോഴും ഒരു അവയർനെസ്സിൻ്റെ പ്രാർത്ഥനയാണ്. എന്നുവെച്ചാൽ അവബോധം ഉണ്ടാകണം. അവബോധം, ഞാൻ ഉടമ്പടി എടുത്ത ആളാണ്, ദൈവം എൻ്റെ കൂടെ വരുന്നുണ്ട്, അമ്മ മാതാവിൻ്റെ സഞ്ചാര സാന്നിധ്യത്തിന് ഞാൻ അവകാശിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അമ്മ എൻ്റെ നിന്ന് വിട്ടുപിരിയാതിരിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ എൻ്റെ സ്വഭാവത്തെ ഞാൻ പുനഃക്രമീകരിക്കും.
അങ്ങനെയുള്ള ബോധം നമുക്കുണ്ടാകണം. അതാണ് അവെയർനെസ് എന്ന് പറയുന്നത്. അല്ല ഉടമ്പടി എടുത്തിട്ട് പിന്നെയും വീട്ടിൽ പോയി വായി തോന്നുന്ന പഴയ വ്യക്തികളെ പോലെ തന്നെ എടുത്ത് ചാട്ടവും മുൻകോവും കലഹവും ഭിന്നതയും പിടിച്ചു പറയും കള്ളത്തരവും ഏഷണിയും പരദൂഷണമൊക്കെ ഇട്ട് ചുമ്മാ നടക്കുന്ന ആൾക്കാരില്ല. അവർ ശരിക്കും പറഞ്ഞത് ഉടമ്പടി എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ നമുക്ക് നൽകുന്നത് ദൈവസാന്നിധ്യം വിട്ടുപോകാതിരിക്കാൻ. ദാവീദ് വലിയ അബദ്ധങ്ങൾ ചെയ്തില്ലേ ഒരു മനുഷ്യന്. കാര്യം ദാവീദിൻ്റെ വൈഫ് സാവൂളിൻ്റെ മകളായിരുന്നു. അപ്പോൾ ജെസ്സയുടെ കുടുംബത്തേക്കാൾ കുറച്ചുകൂടി രാജകീയ കുടുംബമാണ് ഈ സാവൂളിൻ്റെ കുടുംബം. അപ്പോൾ അപ്പൻ്റെ രാജകീയമായ ജീവിതവും ഭരണ നൈപുണ്യവും ഈ സ്ത്രീ ജനത്തിൻ്റെ ആദരവൊക്കെ കിട്ടിയാണ് ഇവളുടെ ബാല്യകാലം തൊട്ട് ഇവർ വളരണത്. പക്ഷേ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഭർത്താവായി കിട്ടിയ ആൾ പക്ഷേ അയാൾക്ക് വലിയ പഠിപ്പൊന്നുമില്ല. അയാൾ ഇടയനായിരുന്നു. അത് കാരണം ഇവക്ക് ബേസിക്കായിട്ട് ഇവനോട് പുച്ഛമായിരുന്നു. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ദാവീദിൻ്റെ വൈഫിന് ഉണ്ടായ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ദാവീദിലുള്ള ദൈവാംശം കാണാതെ പോയതാണ്. ദാവീദിലുള്ള കാര്യം, നീ ദാവീദിലുള്ള ദൈവാംശം, നമ്മൾ ഡിഗ്രി നോക്കുന്നു, കുടുംബം നോക്കുന്നു, പാരമ്പര്യം നോക്കുന്നു, പക്ഷെ നോക്കേണ്ട കാര്യം എന്താണ്? ദൈവാംശമാണ്. ആ വ്യക്തിയിൽ ദൈവാംശം കാണണം. ഇപ്പോൾ ഈ ബിന്ദു ആ ടൈപ്പാണ്. ബിന്ദുവിലുള്ളത് എന്താണ്? ദൈവാംശം കൂടുതലാണ്. അതുകൊണ്ട് ഏത് ഒരു യുദ്ധകാല സാഹചര്യമാണെന്ന് പറഞ്ഞാലും ബിന്ദു ഈ ഹസ്ബൻഡിനെ കൊണ്ടുപോകും. കാര്യം അവരവന് കപ്പാസിറ്റിയുള്ള ലേഡിയാണ്. കാര്യം ഈ 6 ഡോക്ടർമാർ ഇവരോട് പറയും ഓപ്പറേഷൻ വേണം. ഇപ്പോൾ അയാൾ ഒരു എഴുന്നേറ്റ് പൊങ്ങാവുന്ന രീതിയിലാകുമ്പോൾ 6 ഡോക്ടർമാർ മാറി മാറി ഇങ്ങനെ സെക്കൻഡ് ഒപ്പീനിയൻ, തേർഡ് ഒപ്പീനിയൻ, ഫോർത്ത് ഒപ്പീനിയൻ കാണിക്കുമ്പോഴും പറയും ഈ എല്ലാം നേരെയാക്കി എടുക്കണമെങ്കിൽ ഓപ്പറേഷൻ വേണമെന്ന് പറയും. അപ്പോഴും ബിന്ദു പറയും ഓപ്പറേഷൻ വേണമെങ്കിൽ വേണം, പക്ഷെ അതിനാദ്യം കൃപാസനം അമ്മയെടുത്ത് പോയിട്ട് വരാമെന്ന് പറയും. ഇതാണ് വിഷയത്തിൻ്റെ ലിങ്ക് മാറ്റം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഈ വരികളിലൊക്കെ ഒടിഞ്ഞിരിക്കുന്ന ഹസ്ബൻഡിനെ വിശ്വാസം കൊണ്ട് ഗൈഡ് ചെയ്യാനുള്ള ഇവരുടെ കഴിവെന്ന് സ്റ്റിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അതായത് വിശ്വാസം നമ്മൾ ദൈവത്തിൽ കലർപ്പില്ലാതെ അവതരിപ്പിക്കുന്നതാണ്. ഇത് ഒരു ഇതിൻ്റെ നിലവാരം ഇത്തിരി കൂടിയ നിലവാരമാണ് വിശ്വാസത്തിൻ്റെ. ഈ മനുഷ്യന് നല്ല ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ്. അയാളെയും കൊണ്ടുവന്ന് ഓപ്പറേഷന് മുമ്പ് ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ചിട്ട് ഒരു ചീട്ടെടുത്തിട്ട് എൻ്റെ അടുത്ത് വരും. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഇയാളുടെ നടുവിനെല്ലാം തടവി 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ഒരു യോഗ്യതയുണ്ട്. അത് വല്ലാതെ യോഗ്യതയാണത്. പിന്നെ പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടത് കണ്ട ഒരു യോഗ്യതയുണ്ട്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യത, 36 കൊല്ലത്തെ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ യോഗ്യത, ഇതെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് ഞാൻ ഈ മനുഷ്യനെ പിൻകഴുത്ത് മുതൽ താഴെ വരെ ഇങ്ങനെ തടവും. അപ്പം ജനങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഈ ഒറ്റ തടകിലൂടെ ഈ മനുഷ്യൻ പൂർണ്ണമായി സൗഖ്യപ്പെടും. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. എന്താ കാര്യം? ആ സമയത്ത് അറിയാൻ പറ്റും നമുക്ക്, നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി തിരിച്ചു വരാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ ഇയാൾ പിറ്റേ ദിവസം പോയി സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ല. മാതാവ് എല്ലാം സെറ്റ് ചെയ്തിരിക്കണം, എല്ലാം. അതായത് എനിക്കെപ്പോഴും പറയാനുള്ളത്, ഒന്നും ഇതിൻ്റെ അച്ചാണിയായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ഈ വൈഫാണ്. 6 ഡോക്ടർമാർ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, ഇത് ഈ അസ്ഥി ഒടിഞ്ഞാക്കി ഇത് എങ്ങനെ വരാനാണ്? പുള്ളി അദ്ദേഹം ബിന്ദുനോട് ഈ അസ്ഥി ഒടിഞ്ഞാക്കി എങ്ങനെ വരാനാണ്? നമുക്ക് ഡോക്ടർമാർ പറഞ്ഞാൽ കേൾക്കാം. അപ്പോൾ പറയും ഡോക്ടർമാർ പറഞ്ഞാൽ നിങ്ങളെ കേട്ടോ, പക്ഷേ നമുക്ക് അമ്മയ്ക്ക് ഇപ്പോൾ കണ്ടിട്ട് വന്നിട്ട് എന്താണെന്ന് ചെയ്യാം. അവരുദ്ദേശിക്കുന്നത് ിനേക്കാൾ മെച്ചമായിട്ടാണ് അമ്മ ആ വിഷയം ചെയ്യണത്. ആ സാക്ഷ്യം കിടക്കുന്നുണ്ട്, നിങ്ങൾ നോക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴും പല ആൾക്കാർക്കും നേരം വെളുത്തിട്ടില്ല. അവരിങ്ങനെ ഒരു അനുഷ്ഠാനം പോലെ അങ്ങനെ ഉടമ്പടി എടുത്ത് ഒക്കട്ടെ, ഒക്കുമായിരിക്കില്ല, ഒക്കത്താ കൊള്ളാം
ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പോഴം കളിയായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി പേരുണ്ട്. അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, സാധനം വിഷയം എടുത്തിട്ടില്ല. അവർ ആരൊക്കെ ഉടമ്പടി എടുത്ത് അവർക്ക് എന്തൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ചുമ്മാ വന്ന് നമ്മളൊക്കെ ഇനി ഉടമ്പടി എടുത്തിട്ടില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്ത ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തില്ലെന്നും പറഞ്ഞ് വേണ്ട, എടുത്തേക്കാം, എന്നാൽ അവർ ഉടമ്പടിക്കൊണ്ട് തന്നേക്കാൻ പറയും. അങ്ങനെ വന്ന് പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ആൾക്കാർ. ഇവിടെ ഒരു ഉടമ്പടി വേണമല്ല എന്ന് പറയും. അവരെങ്ങനെ പറയും, ഈ എന്തോ ഈ അമ്മ പറഞ്ഞിട്ട് മൂത്ത ചേച്ചിക്ക് പൂങ്കാവിൽ പോവുകയാണ്, വേറെ ചേർത്ത് നിന്ന് വന്ന് പൂങ്കാവിലേക്ക് പോവുകയാണ്. അപ്പോൾ മൂത്ത ചേച്ചിക്ക് എന്തോ നല്ല മീൻ കിട്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ കൊടുത്തു വിട്ടിട്ട് അനിയത്തി പോവുകയാണ്. അപ്പോൾ അമ്മ പഠിക്കവരെ മാടത്, ഇടി നീ പോണ വഴിക്കാ കൃപാസനത്തിനോട് അവിടെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ അപ്പോൾ ഇവിടെ അവർക്ക് നിർത്തി ഈ മീൻ ചീഞ്ഞ് പോകത്തില്ലേ, മീൻ അവിടെ കൊണ്ട് വെച്ചിട്ട് എളുപ്പം ഉടമ്പടി അവിടെ കൊണ്ട് ബഹളം ഉണ്ടാക്കും. അവർക്കറിയത്തില്ല എന്താ ഉടമ്പടി എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം. ആദ്യകാലങ്ങളെ കാര്യം പറയാം, 2016 അപ്പോൾ ഇതുപോലെ അല്ലെങ്കിലും ഉടമ്പടിയോട് കമ്മിറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അവരെ വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റ് ചെയ്യില്ല, എടുത്തു വെച്ചിട്ടുണ്ട് ഉടമ്പടി. എന്നിട്ട് ഇതുപോലെ ഓരോ പ്രത്യക്ഷയുടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്, പിന്നെ ഇതുപോലെ ഉടമ്പടി ധ്യാനം കൂടുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിലേക്ക് അവർ ഇൻവോൾവ് ആയിട്ടില്ല. അവർ സ്വയമായിട്ട് അതിൻ്റെ അകത്തേക്ക് മുഴുകിയിട്ടില്ല, ഉടമ്പടിയിൽ മുഴുകത്തില്ല. അവർക്കിങ്ങനെ ഒരു ഫങ്ഷൻ പോലെ ഉടമ്പടി എടുത്താൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ 10 കാര്യം പറയുമ്പോൾ 4 കാര്യം ചെയ്ത് അങ്ങനെയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ദൈവമായിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകും. ഈ ആൾക്കാർക്ക് ഒരിക്കലും ഇവരാണ് ലാഗ് ചെയ്യിക്കണത്. ഉടമ്പടി ദാവീദിൻ്റെ ഉടമ്പടി സ്കൂൾ ഓഫ് ഡേവിഡാണ് ഇപ്പോൾ. കവനൻ്റ് ആൻഡ് സ്കൂൾ ഓഫ് ഡേവിഡ്. കവനൻ്റ് അതായത് ദാവീദിൻ്റെ ഉടമ്പടി വിദ്യാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 16 വായിച്ചവനെ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. ദാറ്റ് മീൻസ് ആരാണ് അഭിഷേകം ചെയ്യാൻ പോണത്? സാമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിൽ വന്നിരിക്കുന്ന സംഭവമാണിത്. ജെസ്സിക്ക് എത്ര മക്കളുണ്ട്? 10-12 മക്കളുണ്ടല്ലേ. അതിൽ വില്ലന്മാരുണ്ട്, അതിനകത്ത് ബ്രിഗേഡിയർമാരുണ്ട്, പട്ടാള ജനറൽമാരുണ്ട്, മിടുക്കന്മാരുണ്ട്. പക്ഷേ ഇവരാരും അല്ല എന്നാണ് ആര് പറയണത്? പരിശുദ്ധാത്മാവ് സാമുവേലിനോട് പറഞ്ഞിരിക്കുന്നത്. അവസാനം ഒരു ഇടയബാലൻ വരും, അതാണ് ദാവീദ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളാണ് ഈ പറയണത്. 16:7 വായിച്ചോളൂ. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു. എന്താ കൽപ്പിച്ചത്? വായിച്ചോളൂ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. പറഞ്ഞോളൂ. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അതായത് ഇത് ദാവീദിന്റെ ജ്യേഷ്ഠന്മാരുടെ അടുത്ത് വരുമ്പോഴേ പരിശുദ്ധാത്മ പറയണതാണ്. ദാവീദിന്റെ ജ്യേഷ്ഠന്മാർ നല്ല 72 മസിൽസൊക്കെ ഉള്ള യുദ്ധവീരന്മാരായിരുന്നു. ജെസ്സി അവരെല്ലാം യുദ്ധം പഠിപ്പിച്ചപ്പോൾ ദാവീദിനെ യുദ്ധം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഓരോ ചേട്ടന്മാരെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. ഇവരാണ് രാജാവ്, അടുത്ത രാജാവ്. അതുകൊണ്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ഇവരുടെ മെസ്സിലും ഉയരവും സ്വർണ്ണ നിറമുള്ള മുടിയും സാംസനെ പോലുള്ള രാക്ഷസ ശരീരമൊക്കെ കാണുമ്പോഴേ പരിശുദ്ധാത്മ പറയുന്ന വാക്കാണ്. എന്താണ്? അവൻ്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട, അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. അവൻ്റെ ആകാരവടിവ് നോക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ഭാഷയെ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? മെരിറ്റ് നോക്കണമെന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഉടമ്പടി വർക്ക് ചെയ്യണത് 2 കേസിലാണ്, 2 ഫാക്റ്റിലാണ് വർക്ക് ചെയ്യുക. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മെരിറ്റ്, നിങ്ങൾ മെരിറ്റില്ലാത്ത കൊണ്ട് പേടിക്കരുതെന്നതിൻ്റെ അർത്ഥം. ഈ ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഒരു വിഷയത്തിന് മെരിറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ പേടിക്കരുതെന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. അങ്ങനെ ദാവീദിനെ സാവൂൾ അഭിഷേകം ചെയ്യും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ദൈവം ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത്? 2 കക്ഷികൾ തമ്മിലാണ് ഉടമ്പടി ചെയ്യണത് അല്ലേ? നിങ്ങൾ ഒരു കക്ഷിയായിട്ട് മാറുകയാണ്.
ഉടമ്പടി ചെയ്യുന്ന വ്യക്തി ഒരു കക്ഷി, പിന്നെ അടുത്ത കക്ഷി ആരാണ്? ദൈവമാണ്, ഈശോയാണ് കക്ഷി. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നിങ്ങൾ ഉടമ്പടി ചെയ്യണത് ഇതൊരു പ്രെയർ അല്ല, ഇത് ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, ഉഭയകക്ഷി ആണ്, ഉഭയകക്ഷി കരാറ സമ്മതമാണ്. അപ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് പറയും. അപ്പം നിങ്ങളെന്ത് പറയും? കർത്താവിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. മനസ്സിലായില്ലേ? ഇതാണ് ഉടമ്പടി. ദൈവം തൻ്റെ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകാൻ സമ്മതമാണെന്ന് ദൈവം പറയും. അപ്പോൾ നിങ്ങളെന്ത് പറയും? ഞങ്ങൾ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് പറയും. ഇതാണ് ഉടമ്പടി. അപ്പോൾ നിങ്ങളൊരു കക്ഷി, ദൈവം ഒരു കക്ഷി. ഇങ്ങനെ സമ്മതമായി കഴിയുമ്പോൾ ഇവിടെ വരുന്ന ഒരു വിഷയം, മറ്റു ഒരു ഉടമ്പടിക്കും ഇല്ലാത്തൊരു ആനുകൂല്യം മരിയൻ ഉടമ്പടിക്കുണ്ട്. സാവൂളിന് കിട്ടാഞ്ഞ ദാവീദിന് കിട്ടാതിരുന്ന ഒരു ആനുകൂല്യം എന്താണ്? ദ പ്രസൻസ് ഓഫ് മേരി, കർത്താവിൻ്റെ അമ്മയുടെ സാന്നിധ്യം. നിങ്ങൾ അവരുടെ മധ്യസ്ഥതയിലാണ് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? ആരുടെ മധ്യസ്ഥതയിലാണ്? മാതാവിൻ്റെ മധ്യസ്ഥതയിലാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഉടമ്പടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണ്? അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ സംഭവം ഏതെങ്കിലും നിമിഷം മാനുഷികമായ ഒരു ചാബല്യം കൊണ്ട് തെന്നിപ്പോയാലും അമ്മ മധ്യസ്ഥം നിൽക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വിഷയത്തിന് കോട്ടം ഉണ്ടാകത്തില്ല. അത് ഗ്യാരണ്ടീഡാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ആ ഒരു ബോധം നമുക്കുണ്ടാവണം. ദാവീദിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. എബ്രഹാത്തിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. മോസസിൻ്റെ ഉടമ്പടിക്ക് അമ്മ ഗ്യാരണ്ടി ഇല്ലായിരുന്നു. അത് കാരണം കുറേ കുഴപ്പങ്ങൾ ഉടമ്പടിക്ക് സംഭവിച്ചു. എബ്രഹാത്തിന് 25 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. സമയത്ത് സ്വാധീനിക്കുന്ന കണ്ടന്റ് എൻ്റെ തില്ലായിരുന്നു. എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തിട്ട് 25 കൊല്ലം കഴിഞ്ഞല്ലേ കുഞ്ഞ് ജനിച്ചത്, ഇല്ലേ? മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ ഈ 24 വയസ്സുള്ള വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആൾക്കാർക്ക് എങ്ങനെയാണ് ആ മാസം തന്നെ ഒരു പ്രഗ്നൻ്റ് ആകണത്? ടൈമിൻ്റെ കണ്ടൻറ്റാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ മക്കൾ ഇത് വെറുതെ ചുമ്മാ ഒരു അനുഷ്ഠാനക്രിയ പോലെ എടുക്കരുത്. ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദൈവിക ഇടപെടലിൻ്റെ ഒരു സുവിശേഷ രക്ഷാകര സംവിധാനമാണിത്. അപ്പോൾ അത് വളരെ ഇതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. എപ്പോഴും ഉടമ്പടി ധ്യാനം പഴയതൊക്കെ നോക്കി കൂടിക്കൊണ്ടിരിക്കണം. കാര്യം ഓരോ കാലത്ത് ദൈവം ഓരോ കാര്യമല്ല അപ്ഡേഷൻ ചെയ്യണത്. അപ്പോഴേ എൻ്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇങ്ങനെ സംഭവിച്ചാൽ, ഉടമ്പടി ചെയ്താൽ എന്താണ് ആ ഉടമ്പടിയുടെ ആ ദിവസം മുതൽ എന്താ സംഭവിക്കണത്? അതായത് ഇപ്പം നോക്ക്, അത് ശ്രുതികട്ടെ മക്കളെ, യേശുവേ സ്തോത്രം. 13 1 സാമുവേൽ 16:13 1 സാമുവേൽ 16:13 വായിച്ചോളൂ, ശ്രദ്ധിക്കട്ടെ. അന്നു മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഒന്ന് പറഞ്ഞേ, അന്ന് മുതൽ 1 സാമുവേൽ 16:13 അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ശക്തമായി ദാവീദിൽ ആവസിച്ചു. അപ്പൊ ഇതൊരു പ്രധാന ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? അഭിഷിക്തരായി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ ആവസിച്ചു എന്നല്ല ബൈബിൾ പറയണത്. പിന്നെന്താണ്? ശക്തമായി ആവസിച്ചു, അല്ലേ? ശക്തമായി ആവസിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വിശ്വാസിയാണെങ്കിൽ ആത്മാവിൻ്റെ ആവസിപ്പ് എപ്പോഴും ഉണ്ടാവും. പക്ഷേ അതേസമയം തന്നെ ഇപ്പം വിശുദ്ധിയുള്ള വിശ്വാസിയാണെങ്കിൽ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ആവസിപ്പ് ഉണ്ടാവും. പക്ഷേ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിന് വേണ്ടി നമ്മൾ പ്രത്യേക ശക്തീകരണം നടത്താൻ വേണ്ടിയാണ് ഉടമ്പടി നമ്മൾ ചെയ്യണത്. അപ്പോഴെന്നാ പറയണത്? ശക്തമായി ആവസിക്കും. അതാണ് വിഷയം. അതാണ് 1 സാമുവേൽ 16:13 അന്ന് മുതൽ പറഞ്ഞ്, അന്ന് മുതൽ കർത്താവിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ ശക്തമായി ആവസിച്ചു. ഈ ഉടമ്പടിയോടുകൂടി ശക്തമായ ഒരു ആവസിപ്പാണ് വരണത്. ദൈവത്തിൻ്റെ സാന്നിധ്യവും അതുപോലെ ആത്മാവിൻ്റെ ആവസിപ്പും. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ നിങ്ങൾക്ക് സുവിശേഷ അഭ്യാസങ്ങൾ നൽകിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ ആവശ്യത്തിൽ നിങ്ങൾ നിൽക്കാനും വളരാനും വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ കണ്ടു, അല്ലേ? ഞാൻ കാരാഗ്രഹവാസിയായി, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു എന്നൊക്കെ പറയണത് ആരാണ്?
കർത്താവിൻ്റെ വചനമാണ് നമ്മൾ നിറവേറ്റുന്നത്. എന്തിനാണ്? നമുക്ക് ലഭിച്ച ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. പക്ഷേ അത് ഊതിക്കത്തിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ദൈവകൃപകളുടെ എല്ലാത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഊതിക്കത്തിക്കൽ. 1 തിമോത്തി 2:6 ഈ ഊതിക്കത്തിക്കലിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? കൂദാശയില്ലേ, ജ്ഞാനസ്നാനമുണ്ട്, അതുപോലെ തന്നെ സ്ഥൈര്യലേപനമുണ്ട്, വിശുദ്ധ കുർബാന, പിന്നെ കയ്യൊപ്പുണ്ടാകുന്ന ഓരോ ഫണ്ടമെൻ്റൽ സക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്. ഇത് സക്രമെൻ്റൽ ഗ്രേസ് നമ്മൾ കുർബാന കൂടുമ്പോഴും നമ്മൾ ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യണത്. ഈ കൈവെപ്പിലൂടെ ലഭിക്കുന്ന ദൈവിക വരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഊതിക്കത്തിക്കണം. ഇല്ലേ? ഈ ഊതി കത്തിക്കണത് എങ്ങനെയാണ്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഊതി കത്തിക്കണത്, അല്ല വേറൊരു കയ്യൊപ്പ് എടുത്തുകൊണ്ടല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ സക്രമെൻ്റൽ ഗ്രേസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, കൗദാശിക വരപ്രസാദം. ഈ കൗദാശിക വരപ്രസാദമാണ് കൈവെപ്പിലൂടെ ലഭിക്കുന്നത്. അതാണ് 2 തിമോത്തി 1:6 എന്ന് പറഞ്ഞ് എൻ്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരം ഊതിക്കത്തിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ when you are doing the mission work, actually what you are doing, you are fanning the flames the grace. അതായത് നിങ്ങൾ ഒരു മിഷൻ വർക്ക് ചെയ്യണം. എന്ത്? അവൻ പറയണ പോലെ ചെയ്യാൻ നിങ്ങൾ ചെയ്യണത് എന്താണ്? കർത്താവിനെ അറിയിക്കുന്നു, അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടുപോയി നിങ്ങൾ ചെയ്യണത് എന്താണ്? കൃപാസനം പത്രം കൊടുക്കുകയാണ്. ഞാൻ പണ്ടും പറയുമായിരുന്നു, പത്രം കൊടുക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൊടുക്കണമെന്ന്. എന്താ കാര്യം? അത് ഗ്രേസ് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഈ സിനിമക്കാർ അല്ലെങ്കിൽ ഈ ചില ഓണത്തിന് പരിപാടിയൊക്കെ നടത്തുന്ന ക്ലബ്ബുകാർ നോട്ടീസ് കൊടുക്കത്തില്ലേ? അതുപോലെ വല്ലവൻ്റെയും പെടലിക്കൊണ്ട് ചാണ്ടിയിട്ട് ഇനി എത്ര പത്രമുണ്ട്, ഇനി 7, ഇന്ന് 7 വിട്ട് എവിടെ പോയിട്ടുണ്ടായി, പിന്നെ ഉണ്ട്, ഇനി എത്ര പത്രമുണ്ട്, ഇന്ന് 4. ഇങ്ങനെ കൊടുക്കേണ്ട കുറേ പെരിച്ചാഴികളുണ്ട്. അവിടെ കാര്യത്തിൽ ഇറക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. നിങ്ങൾ ഇതൊരു മിഷനാണിത്, ഫാൻ ആൻഡ് ഫ്ലെയിംസാണ്. ഒരു പത്രം കയ്യിൽ നിന്ന് വിടുമ്പോൾ 10 പ്രാർത്ഥനയും കയ്യിൽ നിന്ന് പോകണം. കർത്താവേ, ഞാൻ പത്രം കൊടുക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ, പക്ഷെ അവരത് വായിക്കണം. അത് വായിച്ചാൽ മാത്രം പോരെ ഈശോയെ, അവർ നിന്നെ തിരക്കി വരണം, നിന്നെ അറിയണം. കർത്താവെ, നിന്നെ അറിയിക്കാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ എന്നെ ഉപകരണമാക്കണമേ. പ്രിയമുള്ളവരെ, അപ്പോൾ ഈ നിമിഷം വരെ നമുക്ക് കിട്ടിയിട്ടുള്ള വെളിപാടുകൾ എന്താണ്? നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിച്ച ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള വാഗ്ദാനം നമ്മൾ ഫാൻ ആൻഡ് ഫ്ലെയിംസ് ഊതിക്കത്തിക്കുകയാണ് ചെയ്യണത്. എന്തിലൂടെയാണ്? ഉപവിപ്രവർത്തനങ്ങളിലൂടെ. ഉടമ്പടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതൊരിക്കലും ഒരു കേവല പ്രാർത്ഥന കൊണ്ട് അത് വർക്ക് ചെയ്യത്തില്ല. അത് ചില വിശ്വാസ വീരന്മാരൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നതിനേക്കാൾ കൂടുതൽ, കാര്യം ഇത് 80% പ്രേക്ഷിത പ്രവർത്തനമാണ്. കർത്താവ് പറഞ്ഞതുപോലെ നടപ്പിൽ വരുത്തുന്ന പ്രാർത്ഥനയാണത്. അതിപ്പം ഞങ്ങൾ ഒരു നോട്ട് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നിങ്ങളുടെ രീതിയിൽ കർത്താവിൻ്റെ മനസ്സ് റീഡ് ചെയ്തുകൊണ്ട് അതൊന്ന് പൊലിപ്പിക്കണത് നല്ലതാണ്. കർത്താവിൻ്റെ മനസ്സെന്താ പറയണത്? നിങ്ങളോട് 1 മൈൽ പോകാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കൂടെ നിങ്ങൾ 2 മൈൽ പോകണം. കൂടി മേലങ്കി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്യമിക്കുന്നവന് നിങ്ങൾ മേലങ്കി കൂടി വിട്ടുകൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന വിഷയങ്ങൾ അത് കൂടുതൽ കർത്താവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അതൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് കുറേ വസ്ത്രം കൊടുക്കുക, രോഗികളെ പോയി കാണുക, അവരെ സഹായിക്കുക, അവരെ കുളിപ്പിക്കുക, പ്രായമുള്ളവരെ കുളിപ്പിക്കുക. ഇപ്പോൾ മണമൊക്കെ വിളിച്ചിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ചില സമയത്തൊക്കെ ഞങ്ങൾ കുർബാനയൊക്കെ കൊടുക്കാൻ വേണ്ടി വീടുകളിലൊക്കെ വരുമ്പോഴേ അവിടെ അപ്പോൾ ഒരു ആണ്ടായിട്ട് കുളിക്കാത്തവരെ കണ്ടിട്ടുണ്ട്. ഒരു ആണ്ടായിട്ട് അവരുടെ വീടൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും, സൂപ്പറായിരിക്കും.
അപ്പനും അമ്മയൊക്കെ ഏതെങ്കിലും അറിയാത്ത എവിടെയെങ്കിലും കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഈ സൂക്ഷിച്ചിരിക്കുക. അവരുടെ ചുമയും പിന്നെ അവിടെ ഏമ്പക്കൊക്കെ വീട്ടുമുറ്റത്ത് വരാതിരിക്കാൻ വേണ്ടി അവരെവിടെയെങ്കിലും കൊണ്ട് ഇവർ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചിലപ്പോൾ നോക്കും, ചിലപ്പോൾ നോക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെ കിടക്കുമ്പോൾ അവരവിടെ കഴിഞ്ഞ് മണം വെക്കും. അപ്പം അങ്ങനെ എന്നാലും മരിക്കാൻ നേരത്ത് ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകില്ല കുർബാന കൊടുക്കാനും കുമ്പസാരിപ്പിക്കാനൊക്കെ. അപ്പോഴൊക്കെ വാ പൊളിപ്പിക്കാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കുടുംബത്തിൽ ഉണ്ടാകും, തറവാട്ടിലുണ്ടാകും. ഒന്നാമത് ഇപ്പോൾ ആളൊക്കെ കുറവല്ലേ, പണ്ടത്തെ പോലെ ആളൊന്നുമില്ലല്ലോ. ഉള്ള കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പോവും, ചിലപ്പോൾ ഒരാളായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഇത് നമ്മളുടെയൊക്കെ ആവശ്യപ്പെടുന്ന സംഭവങ്ങൾ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ നിങ്ങൾക്ക് മാനസികമായ ഒരു ഒരുക്കം വേണം. ഉടമ്പടി എപ്പോഴും മാനസിക ഒരുക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അഭിഷേകം കിട്ടിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഉടമ്പടി അങ്ങനെ ഒരു വിഷയം ലക്ഷ്യം വെക്കുന്നുണ്ട്. കാര്യം നിങ്ങൾക്കിന്ന് ചെയ്യത്തില്ല, അറപ്പാണ്, നിങ്ങൾക്കിന്ന് ആരോഗ്യമില്ല, പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ദൈവതിരുസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ചെയ്യാനുള്ള പ്രത്യേക കരുത്ത്, പ്രത്യേക ധൈര്യം, പ്രത്യേക അഭിഷേകം, പ്രത്യേക അഭിവാഞ്ചയൊക്കെ തരും ദൈവങ്ങൾക്ക്. ഈ മനസ്സ് മാറ്റമെന്ന് പറയണത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, മനസ്സാണ് പ്രോബ്ലം. അവിടെ മനസ്സാണ്. ചിലപ്പോൾ ഈ കിടക്കുന്ന രോഗി നിങ്ങളെ പണ്ട് പാര വെച്ച പാർട്ടിയായിരിക്കും. അവിടെ മക്കളുമായിട്ട് ഒത്തുകൊണ്ട് നിങ്ങളുടെ ശരിക്കും നല്ല പണി ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാത്തൂനോടായാലും അമ്മായിയപ്പനോടായാലും മരുമകളോടായാലും ആരോടായാലും നിങ്ങൾക്ക് ഈ വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ ആൾക്കാരെ സഹായിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ചില സമയത്ത് ഇത്തിരി പാടായിരിക്കും. പക്ഷെ നമ്മൾ ഒരു 2 കിലോമീറ്റർ പോയി ഒരു ആശുപത്രിയിൽ പോയി രോഗിയെ കാണുന്നതിനേക്കാളും ആ സമയത്ത് ഈ ആളെ കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം ഉണ്ടാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കുളിപ്പിക്കാൻ പറ്റിയ സംവിധാനം. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലർ പറയുന്നത് എനിക്ക് പറ്റത്തില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കും ഉള്ളൊരു കുഴപ്പമാണ്. ഈ രോഗികളെ കുർബാന കൊടുക്കാൻ മുമ്പ് അവർ കുർബാന വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. കാര്യം എനിക്ക് ചെറിയ മണം അടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ചുരുക്കമുണ്ടാകുന്ന ആളാണ്. പക്ഷേ എൻ്റെ ജോലി എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഈശോ അത് വേറെ വിഷയം, എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ചെയ്യും. അത് തീരുമാനമാണത്. അത് കാര്യം ഇവർ വർഷങ്ങളായി കഫം ഇങ്ങനെ തിളക്കുമല്ല, തൊണ്ടയിൽ കിടന്ന് കഫം ഇങ്ങനെ തിളക്കുകയെ. നിങ്ങൾക്ക് വല്ലപ്പോഴും ഒരു രോഗിനെ കണ്ടാൽ മതി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കാണണ്ടേ. അപ്പോൾ എത്രയോ രോഗികളെ കാണും. അപ്പോഴേ കഫം തിളച്ച ഈ പഴയ കഫമല്ലേ, പഴയ കഫം 10-16 ദിവസമൊക്കെ പഴക്കമുള്ള കഫം തൊണ്ടയെന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും അണുക്കളുമായിട്ടൊക്കെ ഇരിക്കണം. ഈ ആൾക്കാരത്ത് നമ്മൾ കുർബാന കൊടുക്കാൻ പോണത്. അതുകൊണ്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ മുറി കയറുമ്പോൾ തന്നെ നമുക്ക് തല ചിടിക്കാൻ തോന്നും. പക്ഷേ ഈശോ എന്ന് വിളിച്ചോണ്ട് നമ്മൾ ചെല്ലും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഒരു അഭിഷേകമുണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചാൽ ഈശോ നമ്മുടെ ഹാർട്ട് ചേഞ്ച് ചെയ്യും. ബൈബിളെല്ലാം എല്ലാം ചേഞ്ച് ചെയ്യണതാണ്. ഈ ഉടമ്പടിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം ചേഞ്ച് ചെയ്യും, എല്ലാ വിഷയവും ചേഞ്ച് ചെയ്യും. അതായത് സ്ഥലം മാറും, അതുപോലെ തന്നെ സിറ്റുവേഷൻസ് മാറ്റിത്തരും, പിന്നെ സമയം മാറ്റിത്തരും, പിന്നെ വേണമെങ്കിൽ ഹൃദയവും മാറ്റിത്തരും. ഈ ഉടമ്പടിയുടെ ഒരു രീതി അതാണ്. ദൈവവുമായിട്ട് നിങ്ങൾ ഇടപെട്ടാൽ ഇപ്പോൾ എന്താ പറയണത്? ഇപ്പം എസെക്കിയലില്ലേ, എസെക്കിയൽ ലേഖനം 36:26 വായിച്ചേ. പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. ഈ ശിലാഹൃദയം, എസെക്കിയൽ പറയുന്ന ശിലാഹൃദയമില്ലേ, ഇറ്റ് ഈസ് നോട്ട് എ റോക്കി ഹാർട്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെച്ച ഹൃദയം എന്ന് പറയുകയല്ലേ, കല്ല് വെച്ച ഹൃദയത്തെക്കാൾ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഹൃദയം. ചില ആൾക്കാരുടെ ഹൃദയം ചില വിഷയങ്ങളോട് കണ്ടീഷൻഡ് ആയിട്ടുള്ള, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ചെയ്യത്തില്ല, അവർ മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഈ അവസ്ഥാന്തരപ്പെട്ടു പോയിട്ടുള്ള അവസ്ഥയുണ്ടാവും. ഇതൊരു കണ്ടീഷൻഡ് ഹാർട്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു റോക്കി ഹാർട്ട്. അതായത് അവസ്ഥാന്തരപ്പെട്ടു പോയ, അതായത് ചില ആൾക്കാർക്ക് എന്താണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആധ്യാത്മിക വിജയത്തിൻ്റെ
ആധ്യാത്മിക പരാജയത്തിൻ്റെ ദൈവാഭിമുഖ്യ പരാജയം എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ടീഷൻഡ് ഹാർട്ടാണ്. കണ്ടീഷൻഡ് ഹാർട്ട് എന്ന് വെച്ചാൽ അവസ്ഥപ്പെട്ടു പോയ, ഇപ്പം കോൺക്രീറ്റ് എന്നൊക്കെ പറയല്ലേ, കോൺക്രീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഉറച്ചുപോയ ഹൃദയം. ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുൻവിധിയോട് കൂടി ഉറച്ചുപോയ ഹൃദയം ഉണ്ടാകും. അത് ശരിയാകല്ലേ, എന്നെക്കൊണ്ട് പറ്റത്തില്ല, അത് എനിക്ക് ശരിയാകത്തില്ല. ഈ കണ്ടീഷൻ്റെ സ്വഭാവം എല്ലാത്തിലും ഉണ്ട്. ഭക്ഷണത്തിലുണ്ട്, രുചിഭേദങ്ങളിലുണ്ട്, വസ്ത്രങ്ങളിലുണ്ട്. അതിട്ടാൽ എനിക്ക് ശരിയാകത്തില്ല, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അതിട്ടാൽ ശരിയാകത്തില്ല, എൻ്റെ കോൺഫിഡൻസ് പോകും. ആ ചെരുപ്പിട്ടാൽ എൻ്റെ കോൺഫിഡൻസ് പോകുമെന്ന് പറയത്തില്ലേ. അപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പൊട്ട് കുത്തുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പൊട്ടില്ലാതെ വന്നാൽ അവർക്ക് തുണി ഉടുക്കാത്ത പോലെ തോന്നും അവർക്ക്. അല്ലാതെ അതാണ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് ഈ സംഭവം. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ്. മനസ്സിലായില്ലേ? ഒരു ചെറിയ പൊട്ട് കുത്തണ സ്വഭാവം ഉണ്ട് പണ്ട് പോലെ. അന്ന് ആ സമയത്ത് തിരക്കത്തിൽ ആ സംഭവം ഡെപ്പി കണ്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ ആ യാത്ര തീർന്ന് തിരിച്ചു വരുമ്പോഴും എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ. അതാണ് കണ്ടീഷൻ ഹാർട്ടെന്ന് പറയുന്നത്. ഇതുപോലെ നമ്മുടെ ഈ മേഖലകൾ ഉടമ്പടിയുടെ പരിഗണന വരുന്ന ഒരു സബ്ജക്റ്റാണിത്. അതായത് നമ്മളുടെ പരാജയങ്ങളുടെ എല്ലാം ഒരു പരിധിവരെ കാരണം ഈ കണ്ടീഷൻ്റെ ഹാർട്ടാണ്. അവസ്ഥാന്തരപ്പെട്ടു പോയ മാനസിക അവസ്ഥകൾ, എനിക്കത് പറ്റത്തില്ല എന്ന് തോന്നുന്നത്, എനിക്കത് പറ്റത്തില്ല. ബിബിൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞില്ലേ, അവൻ ഉടമ്പടി എടുക്കുന്നവരെ അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? എനിക്ക് അരിയർ എഴുതാൻ പറ്റത്തില്ല, 22-24 അരിയർ ഞാൻ എങ്ങനെ എഴുതും? ബിടെക്കിൻ്റെ 24 പേപ്പറുണ്ടേ, കുടിശ്ശിക എഴുതി കിട്ടിയിട്ടില്ല. ഇപ്പോൾ 1-2 സബ്ജക്റ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ മനസ്സിലിരിക്കണതാണ്, ഞാൻ എഴുതിയ നല്ലപ്പോൾ എഴുതിയിട്ട് കിട്ടിയില്ല, ഇപ്പോൾ ടച്ച് വിട്ട് പോയില്ലേ, എൻ്റെ ടച്ച് വിട്ട് പോയില്ലേ. അപ്പോൾ എൻ്റെ ടച്ച് വിട്ട്, ഇംഗ്ലീഷിന് ടച്ച് വിട്ട് പോയി, എൻ്റെ സ്പീക്കിങ്ങിന് ടച്ച് വിട്ട് പോയി, റൈറ്റിങ്ങിന് ടച്ച് വിട്ട് പോയി, വായിക്കാനോ ടച്ച് വിട്ട് പോയി. അപ്പോൾ ഈ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാണ് കുഴപ്പം മുഴുവനും. ഈ മേഖലയാണ് ശിലാഹൃദയം എന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതാണ്ടിരിക്കണതും അവസാനിപ്പിക്കണതും. ഇനിയിപ്പോൾ കിട്ടിയാൽ ശരിയാകത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ കിട്ടിയാൽ ശരിയാകത്തില്ല, ഇപ്പോൾ 37 വയസ്സായില്ലേ, എന്നാത്തിന് കെട്ടാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടീഷനായി പോകണം. അതുകൊണ്ടാണ് ബൈബിൾ പറയണത്, ഏതവസ്ഥയിലും ഉടമ്പടിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, നിൻ്റെ മനസ്സ്. അതാണ് പറയണത്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്. 36-26 വായിച്ച്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളഹൃദയം നൽകും. ഇപ്പൊ ചില ആൾക്കാർ പറയും, എൻ്റെ അച്ഛൻ ഞാൻ 12 കച്ചവടം ചെയ്ത് 12 കുത്തുപാള എടുത്ത് ഇനി ഞാൻ കച്ചവടമൊന്നും പറഞ്ഞ് വരത്തില്ലെന്ന് പറയും. അതാണ് ടച്ച് വിട്ട് ഹൃദയം ശിലാഹൃദയമായിപ്പോയി. പരാജയപ്പെട്ട് ശിലാഹൃദയമായതാണ്. ഇനി പറ്റത്തില്ലെന്ന് പറയണില്ലേ. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളും. ചില ആൾക്കാർ ഗവൺമെൻറ് ടെസ്റ്റൊക്കെ അവസാനിപ്പിച്ചല്ല, കുറേ എഴുതി തോറ്റ്, ഇനി എന്ത് കിട്ടാനാണ്. ഇത് എൻ്റെ മക്കളൊരു കാര്യം പറയണത്, അതായത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഓരോരോ കാര്യത്തിൽ പരാജയങ്ങൾ വാങ്ങിച്ച് നമ്മുടെ ആത്മവിശ്വാസം പോയി നമ്മളിങ്ങനെ ടച്ച് വിട്ട് പോയിട്ട് നമ്മൾ ഇൻട്രോവേർട്ടായി പോകും. അവസാനം ഈ വിഷയമാണ് നിന്നെ ദൈവം വന്ന് വിളിക്കണത് ഉടമ്പടിയിലൂടെ. കാര്യം ഇതാണ്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യണതല്ല. നീ ടച്ച് വിട്ട് പോയെന്ന് പറഞ്ഞാൽ നീ മുഴുവൻ നിൻ്റെ പരാതികളും ആത്മവിശ്വാസം കുറഞ്ഞു പോയി, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ പറയണത്. എന്താണ് നീ പറയണത്? എന്നെക്കൊണ്ട് പറ്റത്തില്ലെന്നല്ലേ പറയണത്, അല്ലേ? ദാറ്റ് മീൻസ് മെറിറ്റില്ലെന്ന് എൻ്റെ അർത്ഥം. എൻ്റെ മെറിറ്റ് ഇത് വർക്ക് ചെയ്യത്തില്ലെന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഉടമ്പടി എന്താ പറയണത്? നിൻ്റെ ഗ്രേസിൽ ഇത് വർക്ക് ചെയ്യുമെന്ന്. ഗ്രേസ് വർക്ക് ചെയ്യണേ എങ്ങനെയാണ്? വരപ്രസാദം മെറിറ്റ് പോട്ടെ, മെറിറ്റിൻ്റെ കാര്യം പറഞ്ഞത്. നിൻ്റെ ശിലാഹൃദയം മെറിറ്റിൽ മാത്രം ആശ്രയിച്ച് പരാജയപ്പെട്ട് ഇനി മുന്നോട്ട് പോകാൻ നിവർത്തിയില്ലെന്ന് പറയുന്ന നിൻ്റെ ശിലാഹൃദയം ഞാൻ ഉടമ്പടിയിലൂടെ എടുത്തു മാറ്റും. പകരം എന്ത് തരും? മാംസളമായ ഹൃദയം തരുമെന്ന്. ഗ്രേസ്ഫുൾ ഹാർട്ട്, വരപ്രസാദം നിറഞ്ഞ ഒരു ഹൃദയം നിനക്ക് തരും. എന്തിനെന്നറിയാവോ? ഇത് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള ഹൃദയമാണ്, ചെയ്യാനുള്ള ഹൃദയമല്ല.
ചെയ്യണത് ആരായിരിക്കും? ദൈവമായിരിക്കും. നീ ആയിരിക്കത്തില്ല ചെയ്യണത്. ദൈവത്തെ അറിയാനും സ്നേഹിക്കാനും അംഗീകരിക്കാനും ദൈവത്തിനെ പ്രണയിക്കാനും ദൈവത്തിന് സാക്ഷ്യം വഹിക്കാനും വേണ്ടി ഒരു പുതിയ ഹൃദയമാണ് നിനക്ക് ദൈവത്തെ സ്നേഹിക്കാൻ തരണത്. പക്ഷേ നിനക്ക് വേണ്ടി ചെയ്യണത് ആരായിരിക്കും? അത് ദൈവമായിരിക്കും. അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇതെന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് വേണ്ടി നിലകൊള്ളും. പാസ്പോർട്ട് ഓഫീസിലായാലും ഞാൻ നിനക്ക് വേണ്ടി, ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യുമെന്ന് പറയത്തില്ലേ? ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യും, ഞാൻ നിനക്ക് വേണ്ടി നിലകൊള്ളും. അത് എവിടെയാണ്? സ്ഥലമളവിൻ്റെ സ്ഥലത്തായാലും ശരി, ഭാഗ ഉടമ്പടിയായാലും ശരി, ഒരാൾ വന്ന് നിൽക്കും. നീ ഉടമ്പടി ചെയ്യുമ്പോൾ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിനക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി ഒരാൾ വരും. 36:9 അങ്ങനെ ഒരു വചനമുണ്ട്. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഒന്ന് പറഞ്ഞേ, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അതായത് എവിടെ ചെന്നാലും നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരാൾ. ഈ ആളുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഹൃദയം കോഗുലേറ്റ് ചെയ്യണത്. എങ്ങനെയാണ്? ഉരുക്കിയെടുക്കും. എപ്പോഴും നിങ്ങൾ ദൈവത്തോട് പറയണം, ഈശോയെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ഹൃദയം നിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തരളിതമാക്കാൻ പ്രാർത്ഥിക്കണം. പതുക്കെ അങ്ങനെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു. വളരെ നിങ്ങളെപ്പോഴും എൻ്റെ IRTs ജയിപ്പിക്കണേ, വസ്തു വിൽക്കണേ, പെണ്ണ് കെട്ടിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ അലപരാധി ക്രിസ്ത്യാനികൾ എപ്പോഴും പറഞ്ഞ് ആകുലപ്പെട്ടിക്കണ പോലെ ചെയ്യരുത്. വി മസ്റ്റ് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രൈമറി ചാൻസ് ടു ജീസസ്. നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ചിന്തിക്കണം. ബാക്കിയെല്ലാം ഇങ്ങനെ ചേർത്ത് നൽകുന്ന കാര്യങ്ങളല്ലേ. പലപ്പോഴും എനിക്ക് നിങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിൽ ഒരു ചെറിയ ഒരു പിന്നെപ്പോക്ക് വരണത്. അതായത് ഇതിൻ്റെ കാരണം യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് യുവർ മെറ്റീരിയൽ ഡിമാൻഡ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത ആവശ്യങ്ങളെക്കുറിച്ച് ഓവറായിട്ടുള്ള വറിയാണ്. നോ, നിങ്ങൾ ദൈവത്തെക്കുറിച്ച് വറി ചെയ്യുക. ഉടമ്പടിയിൽ ഒത്തിരിയേറെ ചെയ്താൽ തീരാത്തത്രയും സുവിശേഷ വേലകളും നമ്മൾ എളിമപ്പെടുത്തുന്ന സുവിശേഷ വേലയും ദൈവത്തെ മുൻനിർത്തി മാത്രം ചെയ്യാൻ പറ്റണ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉടമ്പടിയിൽ, അല്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് അച്ഛൻ വൈ ഐ ആം ഗീവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ദിസ് കൈൻഡ് ഓഫ് മിഷണറി വർക്ക്സ്? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താ പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയാമോ? ഇപ്പം നിങ്ങൾ പറയും, അച്ഛാ എനിക്ക് 4 കോടി കടവാണ്, ഞാൻ ഈ 10 കൊണ്ടുകൊണ്ട് നടന്ന് അവിടെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കടന്മാർ വരവാണ്, എൻ്റെ കടക്കാർ വന്ന് എൻ്റെ പിടയ്ക്ക് പിടിക്കത്തില്ലേ? ഞാൻ കട അന്വേഷിക്കാനുള്ള കാര്യങ്ങൾ തിരക്കല്ലേ പോകേണ്ടത്? എൻ്റെ മക്കളെ, ഞാനൊരു കാര്യം നിങ്ങൾ പറയട്ടെ. ഞാനൊരു 21 ലക്ഷം മനുഷ്യരെടുത്തിട്ടുണ്ട് കൗൺസിലിംഗ്. എപ്പോഴും ഞാൻ പറയും 21 ലക്ഷം വന്ന്. മേ ബി ഒരു കേരളത്തിൽ അങ്ങനെ ആരും എടുത്തേക്കാം. എൻ്റെ ജോലി കൗൺസിലിംഗ് ആയിരുന്നു ആദ്യമേ. കുറച്ച് കാലം കഴിഞ്ഞ് ഇടവക വികാരി ആയത് കാരണം ധ്യാനമൊന്നും പുറത്തു പോയി അധികാരം താമസം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന 87 മുതൽ വരാൻ തുടങ്ങിയില്ല ആൾക്കാർ, 87 മുതൽ. അപ്പോഴെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരുമായിട്ട് 21 ലക്ഷം മനുഷ്യരെന്ന് പറയുമ്പോൾ 2-3 കോടി പ്രശ്നം കാണത്തില്ലേ അവർക്ക്? 2-3 കോടി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് പരിഹരിക്കണത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൻ്റെ ജോലി ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ ജോലി ചെയ്യും. അതാണ് സംഭവം. എന്താ വെച്ചാൽ ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്ക് നടക്കത്തില്ല. ചില സമയത്ത് മെരിട്ട് കൊണ്ട് ഒരു ചുക്കും നടക്കത്തില്ല. എന്ന് വെച്ചാൽ മെരിട്ടെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യോഗ്യത കൊണ്ട് ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലല്ലേ? മനസ്സിലായില്ല? അത് എപ്പോഴും എൻ്റെ മക്കളത് മനസ്സിലാക്കണം അതിനെക്കുറിച്ച്. അതായത് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ആവശ്യം നമ്മുടെ യോഗ്യതയേക്കാൾ കൂടുതലായത് കാരണം ചില കാര്യങ്ങൾ മെരിട്ട് കൊണ്ട് നടക്കത്തില്ല. പിന്നെ എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഗ്രേസ് കൊണ്ടാണ് നടക്കുന്നത്. അതായത് നിങ്ങളുടെ വിഷയം സങ്കീർണമാണെങ്കിൽ അത് മെരിറ്റിൽ നടക്കാത്തൊരു കാര്യമാണ്. മനസ്സിലായ? അത് ഗ്രേസിലേ നടക്കത്തുള്ളൂ. ഇത് ഒന്ന് ഞാൻ വളരെ എളിമയോടെ പറയുകയാണ്, ഇതൊന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചു. ഇപ്പം നിൻ്റെ ഹസ്ബൻഡ് ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കുക, അതിൽ കുഞ്ഞുണ്ട്, അതിൽ 2 കുഞ്ഞ് നിങ്ങൾക്കും ഉണ്ട്. അപ്പോൾ വിഷയം നിസ്സാരമല്ലല്ലോ, സങ്കീർണമല്ലേ? ഇല്ലേ? ഇത് നമുക്ക് മെറിറ്റ് കൊണ്ട് ചെയ്യണം. അത് കോടതി പോവുകയോ ഒക്കെ ചെയ്യാൻ പറ്റും.
കോടതി പോകുകയോ വരികയൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ കാശും പോവും, അവരുടെ കാശും പോവും. കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. ഇത് മെറിറ്റിലാണത് ചെയ്യണത്, മനസ്സിലായ? പക്ഷേ ഈ വിഷയം സങ്കീർണമാണ്. ഇത് വിഷയം സങ്കീർണമായാൽ പിന്നെ അത് മെറിറ്റിൽ നടക്കത്തില്ല, ഗ്രേസിലേ നടക്കത്തുള്ളൂ. നിങ്ങൾക്ക് വരുന്ന അബദ്ധം എന്താണെന്നറിയാവോ? നിങ്ങൾ ഈ വിഷയം ഉടമ്പടി ചെയ്തിട്ട് വീണ്ടും മെറിറ്റിൽ നടത്താൻ വേണ്ടി, അതായത് യോഗ്യത അനുസരിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കലിബറില്ലേ, അവൻ്റെ കഴിവ്, അവൻ്റെ ബുദ്ധി, അവൻ്റെ സ്വാധീനം, നിയമപരമായ വശം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു കേസിന് പോയി. ഇപ്പോൾ വിഴിഞ്ഞ സമരത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നല്ലോ. അതെന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ഈ വികസനത്തിന് എപ്പോഴും ഇരകളുണ്ടാവും. ഇരകൾക്ക് വേണ്ടി ആരും നിൽക്കത്തില്ല, സർക്കാരും നിൽക്കത്തില്ല, കോടതിയും നിൽക്കത്തില്ല ചില സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ അവകാശ പോരാട്ടത്തിന് പോകേണ്ടി വരേണ്ട കാര്യം അതാണ്. അപ്പോൾ അവകാശ പോരാട്ടത്തിന് മുമ്പ് അവകാശം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടണം. ഭരണഘടനയിൽ അവകാശം തന്നിരിക്കുന്നത് ജനറലാണ്, അത് പ്രാദേശികമാക്കണം. ദേശീയമായിട്ടാണ് നമുക്ക് അവകാശം തന്നിരിക്കുന്നത്. അത് പ്രാദേശികമായി അനുഭവിക്കുന്ന വിഷയങ്ങളിലേക്ക് കോടതിയെ കൊണ്ട് പുനഃസ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കോടതി പോയത്. അതായത് തുറമുഖം ഉണ്ടാക്കിയതിൻ്റെ പേരിലുണ്ടായിട്ടുള്ള ഇരകൾക്കെല്ലാം റെമഡിയൽ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു ഭയങ്കര വർക്ക് ചെയ്തിട്ടാണ്, 2.5 കൊല്ലം ആ വർക്ക് ചെയ്തിട്ടാണ് ഇത് കോടതി പ്രസൻറ്റബിളായത്. അപ്പോൾ കോടതി പ്രസൻ്റ് ആയപ്പോൾ ഞങ്ങൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോഴേ, അഫിഡാവിറ്റ് ഉടനെ ഗവൺമെൻറ്റിനെതിരെയുള്ള കേസ് വന്നത്. ഗവൺമെൻറ് ഷിപ്പിംഗ് കോർപ്പറേഷൻ പോർട്ട് ട്രസ്റ്റ് ആയത് കാരണം പോർട്ട് ട്രസ്റ്റിനെതിരെയും കുറേ 6 പേർക്കെതിരെയാണ് കേസ് വന്നത്. അപ്പോൾ അവർ അഫിഡാവിറ്റ് കൊടുക്കും, ഞങ്ങൾ പറയുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമർത്ഥിച്ചുകൊണ്ട് ഗവൺമെൻറ് അഫിഡാവിറ്റ് കൊടുക്കും. അപ്പോൾ നമ്മൾ കൗണ്ടർ അഫിഡാവിറ്റ് കൊടുക്കണം. കൗണ്ടർ അഫിഡാവിറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾ പറഞ്ഞു, തീരത്ത് ജനിച്ചവരാണ്, തീരമേഖല താമസിക്കുന്നവർ, കടൽ കൊണ്ട് ജീവിക്കുന്നവരാണ് അവർ. അപ്പോൾ ഞങ്ങൾക്കവിടെ ജനിച്ച സ്ഥലത്ത് സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് വരുത്തുന്നുണ്ട്. അതിന് മൗലിക അവകാശം എന്ന് പറയും, റൈറ്റ് ടു ലൈഫ്, മാന്യമായി ജീവിക്കാനുള്ള അവകാശം. അത് ഞങ്ങൾക്കിപ്പോൾ കവർന്നെടുക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് തരണം. അപ്പോൾ എൻ്റെ വക്കീൽ എന്നോട് പറഞ്ഞു, വെച്ചാൽ നമ്മൾ ഭരണഘടനയുടെ മൗലിക അവകാശമൊക്കെ പറഞ്ഞാൽ ഭരണഘടനാ ബെഞ്ചിൽ വിടാൻ പറയും. അത് പിന്നെ ഈ കാര്യത്തിൽ നിന്ന് നടക്കത്തില്ല. അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഭരണഘടനാ ബെഞ്ചിലുള്ള 2 പേര് ഹൈക്കോടതി കൊണ്ടുവന്നിട്ട് അവർ കേസ് വാദിക്കാൻ പറയും. അപ്പോഴവർക്കും ചിലപ്പോൾ പ്രോ ഗവൺമെൻറ്റായിട്ടൊക്കെ വാദിച്ചു പോകും കേസ് കെട്ടുകൾ. അപ്പോൾ ഇത് കുറച്ച് കോംപ്ലിക്കേഷനായിട്ട് പറയും. അപ്പോൾ ഞാനെന്താ ചെയ്തിരിക്കുന്നത്, അതൊക്കെ മനസ്സിലായി, മെറിറ്റ് മാറിയെന്ന് മനസ്സിലായില്ലേ? മെറിറ്റ് മാറിയില്ലേ? നമ്മുടെ യോഗ്യത പോയി. സുപ്രീം കോടതിയിലെ ഭരണ ബെഞ്ചിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തി 2 പേരെ ഉൾപ്പെടുത്തി ചിലപ്പോൾ അവർക്ക് എക്സ്ട്രാ ചിലവ് ചിലപ്പോൾ ഒന്നൊന്ന് വരും. ഇനി അവർ വന്ന് ഈ വിഷയം പഠിച്ചിട്ട് ഇത് റൈറ്റ് ലൈഫിൽ വരുന്നതാണോ, മാന്യമായി ജീവിക്കാനുള്ള ഭരണഘടന അവകാശം നൽകുന്ന അവകാശത്തിൽ ഈ വിഷയം ഉൾപ്പെടുമോ എന്നുള്ളത് അവർ പഠിച്ചിട്ട് ചിലപ്പോൾ 3 കൊല്ലം കൊണ്ടിരിക്കും ഞാൻ വിധി പ്രസ്താവിക്കണം. അപ്പോൾ കുറേ ആൾക്കാർ മരിച്ചു തീർന്നിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ കേസ് കൗണ്ടർ അഫിഡാവിറ്റ് കൊണ്ടുവന്ന് മാതാവിൻ്റെ ഈ ജരോളെ വെച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇത് ഭരണഘടനാ ബെഞ്ചിന് വിടരുത്, അത് മെറിറ്റ് പോയില്ലേ എൻ്റെ കാര്യം, ഇത് മെറിറ്റായിട്ട് പോകരുത്. അമ്മ കോടതി വരണം, ഇപ്പോഴുള്ള ചീഫ് ജസ്റ്റിസിനെ കൊണ്ടും അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് അതിൻ്റെ കൂടെ ഉള്ള ഷാജി പിച്ചാരി ജസ്റ്റിസിൻ്റെ കൂടെ വേറെ ജസ്റ്റിസ് ഉണ്ട്, ചീഫ് ജസ്റ്റിസ് മണിലാലാണ്. ഇവരെ കൊണ്ട് ഈ ഡിവിഷൻ ബെഞ്ചിനെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിക്കണമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് എന്താണ്, മെറിറ്റ് പോയി, വിഷയം സങ്കീർണമാണ്, മെറിറ്റ് പോയി നമ്മളുടെ. പിന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യണം എന്താണ്, ഗ്രേസേ വർക്ക് ചെയ്യത്തുള്ളൂ. ആ ഒരു ഒറ്റ സിറ്റിങ് അന്നേക്കളൊന്ന് ചിന്തിക്കുക, വെർച്വലായിട്ടുള്ള വാദമാണ് നടക്കുന്നത്. വക്കീൽ എറണാകുളത്തിരിക്കുന്ന വക്കീലിൻ്റെ ഓഫീസിലിരിക്കുന്ന, കോടതിയിലിരിക്കുന്നു. അന്ന് കോവിഡാണ്, കഴിഞ്ഞ ഒക്ടോബറിലൊക്കെ കോവിഡല്ലേ, വാദമില്ലല്ലോ, ഫിസിക്കൽ വാദമില്ല, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ജഡ്ജിയുമായിട്ട് വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നെറ്റ് പോണത്. അപ്പം നെറ്റ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, അമ്മേ നെറ്റ് പോകരുത്, നെറ്റ് പോയി കഴിഞ്ഞാൽ ജഡ്ജിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ഒരു ദിവസം 28 കേസൊക്കെ ഉണ്ടാവും. അവ വിളിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാം വിളിച്ചു വിട്ട് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ്, തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വക്കീൽ എന്നെ പറഞ്ഞു, ഇത് തള്ളാൻ സാധ്യതയുണ്ട്, കാര്യം 13 പ്രേയേഴ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, തള്ളു എന്ന് പറയും. ഞാൻ തള്ളത്തില്ല, ഇത് അമ്മയല്ലേ വെച്ചിരിക്കണത്, എങ്ങനെ തള്ളാനാ? അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയുമ്പോൾ ഞാൻ കടന്നു പോകുന്ന വഴികളിലൂടെയാണ് പറയണത്, മനസ്സിലായില്ലേ? നിങ്ങളുടെ കാര്യം പറയുമ്പോൾ ഞാൻ പറഞ്ഞത് തള്ളത്തില്ല. കാര്യം
പൊതു താല്പര്യ ഹർജിയിൽ 2 പ്രേയേഴ്സ് വെക്കാം നമുക്ക് മാക്സിമം. ഇത് 11 പ്രേയേഴ്സാണ് വെച്ചിരിക്കുന്നത്. ഹോക്കി ദുരന്തത്തെ മരിച്ചുപോയ ആൾക്കാർ ഇന്നും സിമൻറ്റ് ഗോഡൗണിൽ താമസിക്കുന്നുണ്ട്. അവിടെ പുനരധിവാസം ഉൾപ്പെടെ എല്ലാ വിഷയവും ഇതിനകത്ത് വെച്ചിരിക്കുക. 100 കൊല്ലമായിട്ട് 6 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ, 1/2 കിലോമീറ്റർ സ്ഥലത്തിൻ്റെ വീതിയിൽ കൊച്ചി മുതൽ പുറക്കാട് വരെ ലക്ഷക്കണക്കിന് ഏക്കർ കടലിൽ പോയിട്ടുണ്ട് കൊച്ചി തുറമുഖം കാരണം. അതിൻ്റെ 100 കൊല്ലത്തെ കോമ്പൻസേഷനാണ് കേസിൻ്റെ വിഷയം. അത് സ്ഥാപിച്ചെടുക്കണ്ടേ? ഇറ്റ് ഈസ് വെരി സീരിയസ് തിങ്. ആ കിട്ടാവുന്ന രേഖകളെല്ലാം സംഘടിപ്പിച്ച് കോടതി ഇത്രയും പറഞ്ഞു, ഓൾ ഗ്രീവിയൻസ് മസ്റ്റ് ബി സെറ്റിൽഡ് പെർമനൻ്റ്ലി. എല്ലാ പരാതികളും പൂർണ്ണമായിട്ട് ശാശ്വതമായിട്ട് പരിഹരിക്കേണ്ടതാണെന്ന് ഒരു നോട്ട് കിട്ടി. അത്രയും മതി. അത്രയും നോട്ട് കിട്ടിയാൽ മതി. ഞാനിപ്പോൾ വിഴിഞ്ഞത്തേക്ക് വിജിനെ സമരഭൂമിയിൽ നിൽക്കുന്ന ചെയർമാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് നോട്ട് മുഴുവനും. കാര്യം ഓൾറെഡി ഇതിനെക്കുറിച്ച് വിധി ഉള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്കും വിഷയം സങ്കീർണം, ഞാൻ എൻ്റെ സബ്ജക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഷയം സങ്കീർണമാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പിന്നെ അത് യോഗ്യത വർക്ക് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? അത് ഗ്രേസിലെ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഗ്രേസിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഗ്രേസ്ഫുള്ളായിട്ട് മാറണം. ദിസ് ഈസ് മൈ പോയിൻറ്റ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. അല്ല കേസും കാര്യങ്ങളൊന്നുമല്ല പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണ്. ഒരു വിഷയം സങ്കീർണമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ ഡോളി ചേച്ചിയുടെ ഡാർലി റോയിയുടെ വിഷയം എന്താ? അത് സങ്കീർണമായൊരു വിഷയമാണ്. അവരുടെ വിഷയം എന്താണ്? അവരുടെ വിഷയം 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്യാത്ത 5 പുരയിടങ്ങൾ പോരെ, 5 വീട് 100 കൊല്ലമായിട്ട് പാകോടമ്പടി ചെയ്തിട്ടില്ല. അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. അപ്പൻ്റെ അപ്പാപ്പൻ്റെ കാലത്തുള്ള പുരയിടമാണ്. 5 വീട്ടുകാരവിടെ താമസിക്കുന്നുണ്ട്. പണ്ടത്തെ 7 രൂപ വാടകയ്ക്ക്. ആ വാടക ഇപ്പോൾ അവർ കൊടുക്കണില്ല. മനസ്സിലായോ? അതായത് അപ്പൻ്റെ അപ്പാപ്പൻ്റെ പുരയിടമാണ്, അപ്പൂപ്പൻ്റെ പുരയിടമാണ്, അപ്പൻ്റെ അപ്പൂപ്പൻ്റെ പുരയിടമാണ്. അപ്പോൾ എത്ര തലമുറയായി? 10, 70, 75 തലമുറ കഴിഞ്ഞ്, 75 വർഷം കഴിഞ്ഞ് ആ പുരയിടത്തിൽ 5 പേര് താമസിക്കുന്നുണ്ട്. ആ വീട് ആദ്യം കൊടുത്ത ആൾക്കാർക്ക് 7 രൂപ, അന്നത്തെ 7 രൂപ വാടക കൊടുത്തിരിക്കുകയാണ്. ആ വാടകക്കാർ വേറെ ആൾക്കാർക്ക് കൊടുത്തിരിക്കുകയാണ്. അവർ 7 രൂപയ്ക്ക് പകരം 7000 രൂപ മേടിക്കണുണ്ടാവും. 7 രൂപയ്ക്ക് വാടകയ്ക്ക് പകരം തിരിച്ച് വാടക വേറെ ചീട്ടെടുത്തിട്ട് 7000 രൂപ മേടിച്ചിട്ടാണ് കണ്ടവൻ്റെ പുരയിടം കൊണ്ട് അവർ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൈമാറിപ്പോയി. ഇനിയിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഓരോ വീട്ടിലും ആദ്യ യഥാർത്ഥ അവകാശികൾ കയറി താമസ അവകാശം മരിച്ചു പോയിട്ട് ബാക്കിയുള്ള ഉപഅവകാശികളാണ് താമസിക്കുന്നത്. 12 പേരൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ വീട്ടിലും. ഇവരുമായിട്ടുള്ള ഡിസ്കഷൻസ് എന്നൊക്കെ പറയണതേ എൻ്റെ തന്നെ ഓരോ ഡിസ്കഷൻ കഴിയുമ്പോഴും പിന്നെയും ആഴം കൂടണം എന്നല്ലാതെ ഒന്നും നടക്കത്തില്ല. എന്നിട്ട് ഈ വിഷയം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഡാർലി ചേച്ചി വന്ന് ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ലേ? അപ്പം നിങ്ങൾ ഉടമ്പടി എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അവർക്ക് ആ ഉടമ്പടിയുടെ എല്ലാവിധ കപ്പാസിറ്റി ഉള്ള ആളാണ്. അവരാ ഉടമ്പടി നമ്മൾ ദൈവത്തോട് ചെയ്യല്ലേ. വിഷയം സങ്കീർണമായി, ഇതാണ് സങ്കീർണം. അത് ഹെവി ഡ്യൂട്ടി എന്ന് ഞാൻ പറയത്തില്ലേ, ഉടമ്പടി ഹെവി ഡ്യൂട്ടി ചെയ്യുമെന്ന്. മനസ്സിലായില്ലേ? ഡ്യൂട്ടി മനസ്സിലായില്ലേ? അത് ഒരു സ്ഥലത്ത് 20 കൊല്ലം താമസിച്ച ആദ്യത്തെ വീട്ടുകാരെ തന്നെ ഇറക്കാൻ എന്ത് പാടാണ്. അപ്പോഴാണ് 100 കൊല്ലത്തെ ആൾക്കാർ വരുന്നത്. അത് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഒരു 3 മാസം കൊണ്ട്, അല്ല 1 മാസം എന്നാണ് പറഞ്ഞു, 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഒരു വീട്ടുകാരൻ കുറേ ഡിസ്കഷൻ ചെയ്ത്, കാര്യം ഇത്രയും വർഷത്തെ വേരല്ല കിടക്കണത്. ആ വീട്ടുകാരൻ ഉള്ളിൽ നിന്ന് അയാൾക്ക് തോന്നി, എന്താണ് ഇത് വിലക്കെടുത്ത പ്രശ്നങ്ങളെല്ലാം തീരുമല്ല എന്ന്. പണ്ടും തോന്നിക്കാണുവേ, പക്ഷെ ഇപ്പം തോന്നുമ്പോൾ ഒരു അഭിഷേകത്തോടെയാണ് തോന്നണത്. മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ അതിലൊരു വീട്ടുകാരൻ ഈ തലമുറകൾ അന്യാധീനപ്പെട്ടു പോയെന്ന് പറയത്തില്ല, വസ്തു അന്യാധീനപ്പെട്ടു പോയ വസ്തു അത് കൈവശം വെച്ചിരിക്കുന്ന ആളിൻ്റെ ഉള്ളിലെ ഒരു തോന്നലേ. എന്താ തോന്നലേ? ഇത് വിലക്ക് ചോദിച്ചാൽ എന്താണെന്ന്. അത് വിലക്ക് ചോദിച്ച്
ആദ്യം തന്നെ ആ വിഷയം സെറ്റാക്കും. സെറ്റായിട്ട് ഈ അവകാശികളുണ്ട് 6 പേര് വേറെ, യഥാർത്ഥ അവകാശികൾ. ആ അവകാശികൾക്ക് 6 പേർക്കും തുല്യമായിട്ട് ഇത് വിറ്റതിൻ്റെ പൈസ കിട്ടും. അങ്ങനെ 3 മാസത്തിനുള്ളിൽ 3 വീടുകളും അവർ സ്വന്തമായിട്ട് തന്നെ തീരുമാനിച്ചിട്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തിട്ട് വിലക്കെടുക്കുകയാണ്. അവർ വിലക്കെടുത്ത് വീടുകൾ. എന്നിട്ട് ആ പണമെല്ലാം ഈ 6 വീട്ടുകാർക്ക്, ഇപ്പോൾ ഉള്ള അവകാശികൾക്ക് എല്ലാം തുല്യ പങ്കാളിയുമായിട്ട് കൊടുക്കും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ആ ചേച്ചി പറയുന്നുണ്ട്, ലോകത്ത് ഉടമ്പടി അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ലെന്ന്. ഈ ഒരു കാര്യം അവർ എത്രയോ വർഷം, അവർക്ക് 65-70 വയസ്സുണ്ട്. അവർ കെട്ടിവന്ന കാലം പോലുള്ള പ്രശ്നങ്ങൾ ഇന്ന് ഒരിടത്തും എത്താൻ കിടക്കണ കാര്യമാണ്. അന്ന് പോലെ ഇത് അതൊക്കെ മുമ്പുള്ള പ്രശ്നമാണ്. ഇവർ കെട്ടിവന്ന കാലത്തിന് ശേഷം ഇത് ഒരിടത്തും എത്തിയിട്ടില്ല. ആ വിഷയമാണ് ഇതിങ്ങനെ ഒരു പൂ നുള്ളണ പോലെ ഇങ്ങനെ എടുത്ത് എല്ലാ കോംപ്ലിക്കേഷൻ പരിഹരിക്കണത്. ചേന്ദമംഗലത്തതാണ് സാക്ഷി കിടക്കുന്നുണ്ടെങ്കിൽ നോക്കണം. അത് ഞാനവിടെ എഴുതിയിട്ടുണ്ട്. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ. പാകോടമ്പടി ചെയ്യാതെ അപ്പം മരിച്ച പ്രശ്നമൊന്നും അല്ല ഇതേ, അതിനേക്കാൾ ഗംഭീരമാണിത്. അതിനേക്കാൾ ഗംഭീരമാണ് കാര്യം. ഒരു കേട്ടകേൾവിയില്ലാത്ത മനുഷ്യരുടെ മേൽ അന്യാധീനപ്പെട്ടു പോയ പുരയിടവാ. കടലിൽ ഒരു മുങ്ങി പോയ പുരയിടം പൊക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ പൊക്കിയെടുക്കാൻ പറ്റുന്ന പോലെയാണ് ഈ സംഭവം. പക്ഷേ അമ്മ കക്ഷിയാകുമ്പോൾ വിഷയം മാറും. ഇപ്പം ഞാൻ നിങ്ങളോട് ഓരോ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് ശരിയാകുമോ, ഇത് ഒക്കുമോ എന്നൊക്കെ പറയാം. പക്ഷേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ വിഷയം അതിസങ്കീർണമാണോ, അത് മെറിറ്റ് കൊണ്ട് വർക്ക് ചെയ്യണതല്ല, യോഗ്യത കൊണ്ട് വർക്ക് ചെയ്യണതല്ല. പിന്നെ എന്തുകൊണ്ട് വർക്ക് ചെയ്യണതാണ്? നിങ്ങളുടെ ഗ്രേസ് കൊണ്ട് വർക്ക് ചെയ്യണതാണ്. ഈശോയുടെ ഒരു നിലപാട് എന്താണെന്നറിയാമോ? ഈ മെറിറ്റില്ലാത്തൊരു വിഷയം വന്നാൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. ഇപ്പം നിനക്ക് ജോലിയില്ല, വീടില്ല, നിൻ്റെ വിവാഹം ഒക്കണില്ല, അപ്പം നിന്നെ രോഗം സുഖമാക്കുന്നില്ല, ഇല്ല എന്നാണ് അവസാനിക്കണമെങ്കിൽ ഇല്ല. നിന്നോട് ചോദിക്കുന്ന ക്ഷേമത്തിന് ഇല്ല എന്നാണ് ഉത്തരവെങ്കിൽ ഈശോ പറയും അത് ഗ്രേസിലേക്ക് കൊണ്ടുവരാൻ പറയും. മെറിറ്റില്ലല്ലോ അവിടെ. ഇപ്പോൾ ഉദാഹരണത്തിന് 21:5 വായിച്ച പോലെ യോഹന്നാൻ 21:5 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? വെളുപ്പംകാലത്ത് വന്ന് കർത്താവ് ചോദിക്കുന്ന അപ്പോസ്തലന്മാർ രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ച് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാണ്. പകൽ മീൻ ഇല്ലാഞ്ഞിട്ടാ. ചൂടുവെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ചില സമയത്ത് ചില രാശിക്ക് മീനുണ്ടാകത്തില്ല, രാത്രി മാത്രമേ മീനുണ്ടാകത്തുള്ളൂ. കാര്യം കടലിൽ ഇപ്പോഴും അങ്ങനെയാണ്. ഈ സമയത്ത് കടലിൽ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ വരത്തില്ല. അപ്പോൾ അത് താഴെ പോയി നിൽക്കും. പിന്നെ സൂര്യൻ അസ്തമിച്ച് വെള്ളം തണുത്ത് കഴിയുമ്പോൾ വെള്ളമല്ല അവസാനം തണുക്കണത്. അപ്പോൾ ഒരു 9 മണിയായി കഴിയുമ്പോഴൊക്കെ വെള്ളം തണുത്ത് തീരത്തുള്ളൂ. കടലിലെ വെള്ളമാണല്ലോ ആദ്യം ചൂടാകണത്, അത് അവസാനം തണുക്കണതും വെള്ളം തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ 9 മണിയാകുമ്പോഴൊക്കെ പിന്നെ വെള്ളത്തിൻ്റെ ചൂടൊന്നും കുറയത്തുള്ളൂ രാത്രി. അപ്പോഴാണ് മീൻ വരണത്. അതുകൊണ്ട് ഇവർ രാത്രി പണിക്ക് പോയിരിക്കണതിൻ്റെ കാര്യം അതാ. അപ്പോൾ അവർ പറയും രാത്രി മുഴുവനും പണി പോയിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല, വെളുപ്പിനെയാണ് ഈശോ വരുന്നത്. അപ്പോൾ ചോദിക്കണത് എന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ചോദ്യം. വളരെ മാനുഷികമായൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളോട് ഈശോ ചോദിക്കുന്ന ചോദ്യമല്ലേ, നിങ്ങൾക്ക് ജോലി കിട്ടിയോ? അപ്പോൾ നിങ്ങളെന്ത് പറയും? ഇല്ലെന്ന് പറയും. ഞാൻ കുറേ ടെസ്റ്റ് എഴുതിയിട്ട് എനിക്കും കിട്ടിയില്ലെന്ന് പറയും. അല്ലേ? അതാണ് സംഭവം. അതുതന്നെ ഇത് അന്നത്തെ സാഹചര്യത്തിൽ എഴുതിയിരിക്കണതേ ഉള്ളൂ. നിങ്ങൾക്ക് കല്യാണം ആയോ എന്ന് ചോദിക്കുമ്പോൾ പറയും കുറേ ചെക്കന്മാരെ കണ്ടു, ഒന്നും ഒത്തില്ല, ശരിയായില്ലെന്ന് പറയും. അതാണ് ഉത്തരം. അതാണ് നിങ്ങളുടെ ഈ വചനം വായിക്കണം കേട്ടോ. അതായത് മെറിറ്റ് ശരിയായില്ലെന്ന് അതിൻ്റെ അർത്ഥം. മെറിറ്റിൽ ഒത്തില്ല. അതായത് 21:5 എന്താണ്? ഉഷസ്സായപ്പോൾ യേശു കടലിൻ്റെ കരയിൽ വന്നു നിന്നു, എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? ഈ ചോദ്യം ഇന്നും തുടരുകയാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുക, മകളെ വീട് വെക്കണില്ലേ? വീട് വെച്ചോ? ഇല്ല. പല അപേക്ഷകളും പഞ്ചായത്തിൽ വെച്ചു, ലൈഫ് മിഷനും അപേക്ഷ വെച്ചു, ഇപ്പോഴും നമ്മുടെ അപേക്ഷ എടുത്തിട്ടില്ല. ഇല്ല എന്നാണ് വരണമെങ്കിൽ. നിങ്ങളുടെ ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് അവർ പറയുന്നുണ്ട് ഇല്ല എന്ന്. കണ്ട,
ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. എന്നുവെച്ചാൽ മെരിറ്റിൽ നടക്കത്തില്ലെന്നതിൻ്റെ അർത്ഥം. 21:5 ഇല്ല. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഈശോ ഇന്നും ചോദിക്കല്ലേ. അപ്പോൾ നമ്മൾ 13:8 13:8 എന്ന് വായിച്ച മക്കളെ. ഹെബ്രായർ 13:8. ശ്രുതികട്ടെ ശ്രുതികട്ടെ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഒന്ന് വായിച്ചേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. അപ്പൊ ആള് മാറിയിട്ടില്ല. ഇന്നലത്തെ ആള് തന്നെയാണ് ഇന്നും ഉള്ളത്. ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് ഇന്ന് നിന്നോട് വീട് വെച്ചില്ലേ എന്ന് ചോദിക്കണത്. സെയിം പേഴ്സൺ. മനസ്സിലായില്ലേ? ഇന്നലെ മീൻ വല്ലതും ഉണ്ടോ, മീൻ വല്ലതും കിട്ടിയോ എന്ന് ചോദിച്ച ആൾ തന്നെയാണ് നിന്നോട് കല്യാണം ഒത്തില്ലേ എന്ന് ചോദിക്കണത്. ആ കാര്യം എന്താണ്? ഹെബ്രായർ 13:8 അതിൻ്റെ വചനം. എന്താണ്? യേശുക്രിസ്തു പറഞ്ഞേ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും ഒരാൾ തന്നെ. എന്നാ ഇല്ല എന്ന് അവർ മറുപടി പറഞ്ഞു. അപ്പോൾ അവനെന്ത് പറഞ്ഞു? ഇനി വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വലയിടുക. അപ്പോൾ ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് ബൈബിൾ എപ്പോഴും ഇടതുവശവും വലതുവശവും പറയണത് ദൈവത്തിന് ഇടതുവശവും വലതുവശവും ഉള്ളത് കൊണ്ടല്ല, നന്മയുടെ പക്ഷമാണ്. ഇപ്പം മനുഷ്യപുത്രൻ തൻ്റെ മാലാഖമാരുടെ കൂടെ സന്നിധാനത്തിൽ പിതാവിൻ്റെ വലതുവശത്ത് ഉപേക്ഷനാകുമെന്ന് പറഞ്ഞില്ലേ? അപ്പം പിതാവിന് വലതുവശം ഇടതുവശം ഉണ്ടായിട്ടല്ല, അത് നന്മയുടെ പക്ഷം എന്നുള്ള ഉദ്ദേശത്തിലാണ് അത് പറയണത്. എന്നുവെച്ചാൽ എന്നിട്ട് പറയും വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറിറ്റിന് ഇവിടെ ഇടതുവശം എന്നാണ് കണക്കാക്കണം. മനസ്സിലായില്ലേ? യോഗ്യതയ്ക്ക് ഇടതുവശവും വരപ്രസാദത്തിന് വലതുവശവുമാണ് പറയണത്. കാരണം അധ്വാനിച്ചില്ലേ രാത്രിയായി അല്ലേ? അപ്പം രാത്രി മുഴുവൻ അധ്വാനിച്ചു. അധ്വാനിച്ചതിന് ശേഷം അവർക്കത് കിട്ടിയില്ലല്ലോ. അവിടെ മെറിറ്റിൽ അത് വർക്ക് ചെയ്തില്ല. അതുകൊണ്ട് ഈശോ പറയും ഇനി വരപ്രസാദത്തിലേക്ക് മാറാൻ പറയും. വരപ്രസാദ ജീവിതത്തിൽ ഉടമ്പടിയോടുകൂടി നിങ്ങളെ വലതുവശത്തേക്ക് മാറുകയാണ്. എങ്ങനെയാണ്? വരപ്രസാദ അവസ്ഥയിലേക്ക് മാറുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. കാര്യം നമ്മൾക്കൊരു ഉറപ്പ് വരുത്തണം, നമ്മൾ വലതുവശത്ത് തന്നെയാണോ എന്ന് ഉറപ്പ് വരുത്തണം. മനസ്സിലായില്ലേ? അത് വളരെ സീരിയസ് വിഷയമാണ്. അതുകൊണ്ടാണ് ഉടമ്പടി എബ്രാഹത്തിനോട് പറയും നീ എൻ്റെ മുമ്പാകെ നിൽക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ, കുറ്റമറ്റവനായിരിക്കണം. അതായത് ഈ വലതുവശമാണ്. ചില കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കണം എന്നതിൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? വലതുവശവും ഇടതുവശമല്ല അവിടുത്തെ പ്രശ്നം. എന്താണ്? കൃപ വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോർമാറ്റ് ഉണ്ടാക്കണം, ഒരു സാഹചര്യം ഉണ്ടാക്കണം. നമ്മൾ അതിനു വേണ്ടിയാണ് ഈ വിശുദ്ധീകരണ നടപടികളൊക്കെ ചെയ്യണത്. ഞാൻ പറഞ്ഞു 2 ആഴ്ച കൂടുമ്പോൾ കത്തോലിക്കരാണെങ്കിൽ നിങ്ങളെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉദ്ദേശം കൃപ ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. കാര്യം ദൈവത്തിന് ഏത് സമയത്തും ഏത് കണ്ടീഷനിലും ഈ ഡാളിച്ചയുടെ വിഷയം കണ്ടില്ലേ? നമുക്ക് തലമരവിച്ച് ശരിക്കും പറഞ്ഞാൽ 100 കൊല്ലം കന്യാധീനപ്പെട്ടപ്പോൾ പുരയിടം 5 പുരയിടങ്ങളാണ്. അതിൽ 3 തിരിച്ചു പിടിച്ചു 3 മാസത്തിനുള്ളിൽ. ഉടമ്പടിയിട്ട് 3 മാസമേ ആയുള്ളൂ. അപ്പോൾ അതിനെ 3 തിരിച്ചു പിടിച്ച് എത്രയോ വർഷം ഇത് കിടന്ന അവസ്ഥയായിരുന്നു. അപ്പോഴേ എന്താ സംഭവിച്ചത്? അവിടെ ഉള്ളിൽ തന്നെ കർത്താവ് ഒരു പ്രേരണ കൊടുത്തു. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഉള്ളിൽ മാത്രമല്ല, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടണത് അവിടെ ഉള്ളിലും കർത്താവ് ഒരു പ്രേരണ കൊടുക്കും. അതാണ് നമ്മൾ 16:26 വായിച്ചത്. കല്ല് പോലത്തെ ഹൃദയം മാറ്റിയിട്ട് ശിലാതുല്യമായ ഹൃദയം മാറ്റിയിട്ട് മാംസള വായിച്ചവനെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എസെക്കിയേൽ 36:26. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. അതായത് നമ്മൾ ആരാണ് നമുക്ക് അഡമൻ്റായിട്ട് നിൽക്കണത് ആ ആൾക്കാരെ ഈശോ ചേഞ്ച് ചെയ്യും. ഉടമ്പടിയുടെ ഗുണം അതാണ്. ഇപ്പോൾ ഡോണ എന്ന് പറഞ്ഞ് കടത്തുരുത്തിലൊരു മോള് സാക്ഷ്യം പറഞ്ഞു. അവർ അയർലൻഡ് പ്രോസസ്സിലിരിക്കുകയും
പെട്ടെന്ന് അവളുടെ പാസ്പോർട്ട് റിജക്റ്റായി. പാസ്പോർട്ടിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞ് റിജക്റ്റായി. അപ്പോൾ ഉടനെ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു പുതിയ പാസ്പോർട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഇവർക്ക് പോകാനാണെങ്കിൽ സമയം വളരെ ചുരുക്കമേ ഉള്ളൂ. അതിനുള്ളിൽ പുതിയ പാസ്പോർട്ട് എടുക്കണമെങ്കിൽ 1 മാസം എടുക്കും. അപ്പോൾ ഇവൾ അപ്പോൾ വിറച്ചു പോയി. രാത്രി 10 മണിക്ക് ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ അവൾ വിറച്ചു പോയി. കാര്യം നീ പാസ്പോർട്ട് എടുത്താൽ 1 മാസം കഴിയുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് പക്ഷേ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല. ഇവർ രാവിലെ പാസ്പോർട്ട് ഓഫീസിൽ പോകും. പാസ്പോർട്ട് ഓഫീസിൽ പോകുമ്പോൾ താഴത്തെ ഓഫീസിൽ ചെന്ന് പാസ്പോർട്ട് കാണിക്കുമ്പോൾ പറയും ഇതിന് മിസ്റ്റേക്കൊന്നുമില്ല, അവന്മാർക്ക് തോന്നിയതാണെന്ന് പറയും. എംബസി ഇരിക്കുന്നവന്മാർക്ക് തോന്നിയതാണ്, ഇതിൽ മിസ്റ്റേക്കൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ അതിനേക്കാൾ കൺഫ്യൂഷനാകും. എന്താ കാര്യം? അവർ സമ്മതിക്കുക. അവർ റിജക്റ്റ് ചെയ്തിരിക്കുന്ന പാസ്പോർട്ട് ഇവന്മാരെവിടെ നിന്ന് വെച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇവളുടെ ജീവിതം കട്ടപ്പുക. അപ്പോൾ പ്രശ്നമായി. ഇവർക്ക് ഉടനെ പരിശുദ്ധാത്മാവ് തലക്കിട്ടൊന്ന് ചെറുതായിട്ടും തൊണ്ടിച്ചും പറഞ്ഞ് നേരെ മോളിൽ കയറി പോകാൻ പറഞ്ഞു. അതാണ് ആ സമയത്ത് സഹായിക്കാൻ ഒരാൾ വേണേ. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. ഇവളുടെ കൂടെ ആരുമില്ല, അവൾക്ക് തന്നെത്താൻ തോന്നിയതാണ് ഇതിൻ്റെ മുകളിൽ ഹയർ ഓഫീസറിനെ പോയി കാണണമെന്ന്. അത് പരിശുദ്ധാത്മാവ് കൊടുത്തെടുത്തോണ്ടല്ല. ഈ മനുഷ്യനെ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ, ഇതിന് കുഴപ്പമൊന്നുമില്ല. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ കുഴപ്പമില്ല. പിന്നെ ഈ പാസ്പോർട്ട് വെച്ച് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എല്ലായിടത്തും ഇത് റിജക്റ്റ് ചെയ്യുകയും ചെയ്യും. ആകെപ്പാടെ കുഴപ്പത്തിലാവും. പക്ഷെ പരിശുദ്ധാത്മാവ് തോണ്ടും. എന്നുവെച്ചാൽ പറഞ്ഞ് നേരെ മുകളിൽ ആളിരിപ്പുണ്ട് ചെല്ലാൻ പറയും. ചെല്ലാൻ പറയുമ്പോൾ ചെല്ലണ വഴിക്കായിരിക്കും ആരെങ്കിലും പറയും. അവിടെ ഇരിക്കുന്ന പേരൊക്കെ അവൾ പറയുന്നുണ്ട്, ഞാനത് പറയണില്ല. അത് ശരിയല്ലേ, ഇത് ഓൺലൈൻ ലൈവ് പോവുകയല്ലേ. ആ പാസ്പോർട്ട് ഓഫീസിൻ്റെ പേര് അവൾ പറയുന്നുണ്ട്. എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് ആ സാറ് എല്ലാം വെച്ച് താമസിപ്പിക്കുന്ന സാറാണ്. അതാണ് സംഭവം. ആ സാറിനെക്കുറിച്ച് പറഞ്ഞവർ ചോദിച്ചവരൊക്കെ പറഞ്ഞത് അയ്യോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ കൊല്ലം കിട്ടത്തില്ലെന്ന് പറയും. എങ്കിലും അതാണ് വെച്ച് താമസിപ്പിക്കുന്ന ആളാണ്. അതാണ് ശിരാതുല്യമായ ഹൃദയം എന്ന് പറയുന്നത് ഇല്ലേ. അതെടുത്ത് മാറ്റിയിട്ട് ഇവളെ കയറിച്ചുള്ള സമയത്ത് കർത്താവ് അത് മാംസളമായ ഹൃദയമൊക്കെ മാറ്റും. പാസ്പോർട്ട് ഓഫീസറിൻ്റെ ആ ചേഞ്ചിങ് അതാണ്. ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ കേൾക്കണം. ഞാൻ പണ്ടും ബൈബിൾ വായിച്ചത് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയാണ്, അല്ല ബുദ്ധിപരമായ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയല്ലായിരുന്നു. മനുഷ്യൻ്റെ ജീവിതം അത് ഇന്ന് കടന്നു പോകുന്ന ഇപ്പം പറഞ്ഞില്ലേ, ഇന്നലത്തെ ഈശോ തന്നെയാണ് ഇപ്പോഴത്തെ ഈശോ എന്ന് പറഞ്ഞില്ലേ. അതെന്താ പറഞ്ഞത്? അത് പരിശുദ്ധാത്മായി ഇപ്പം പറഞ്ഞ വചനമാണത്. പരിശുദ്ധാത്മായി ഇപ്പോൾ പറയാം. എബ്രായർ 13:8 ഇന്നലെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരുടെ മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച ഈശോ തന്നെയാണ് ഇന്നും ജീവിച്ചുകൊണ്ട് നിന്നോട് ജോലി കിട്ടിയോ എന്ന് ചോദിക്കണത്. ഒരു സങ്കീർണമായ വിഷയമാണെങ്കിൽ എൻ്റെ മക്കളെ പരമാവധി മെറിറ്റിൽ ഓവർ എംഫസിസ് കൊടുക്കരുത്. മറിച്ച് അതായത് നിങ്ങളുടെ യോഗ്യത, നിങ്ങൾക്ക് മാനുഷികമായി ചെയ്യാവുന്ന വിഷയങ്ങൾ അതിൽ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. വിഷയം സങ്കീർണമാണെങ്കിൽ എന്താണ്, നിങ്ങൾ അത് പതുക്കെ അതിൻ്റെ ഓരോ ഭാഗം എടുത്ത് ഗ്രേസ്ഫുള്ളാക്കി മാറ്റണം. ദൈവിക നടപടി. ബിബിൻ്റെ സാക്ഷ്യം അതല്ലേ. എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ലെന്ന് പറഞ്ഞ് ബിടെക്കിൻ്റെ എൻ്റെ അരിയർ 24 ഉണ്ട്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ പരീക്ഷയുടെ ദിവസം രാവിലെ കോട്ടയം ബേക്കറി ജംഗ്ഷനിലും ടൗണിലും കൃപാസനം പത്രം ഓരോ വീടുകളിൽ കൊണ്ട് നടന്നുകൊണ്ടിരിക്കണം. ഉച്ചയ്ക്ക് ഞാൻ പോയി പരീക്ഷയ്ക്ക് ഹൗളിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിൻ്റെ തല കറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കണില്ല, ഞാൻ പഠിച്ചിട്ട് വരാം, അടുത്ത പ്രാവശ്യം എഴുതാമെന്ന് പറയും. അമ്മ പറയും നോ ഇരിക്കടാന്ന് പറയും, ഇരുന്ന് എഴുതലാന്ന് പറയും. പിന്നെ അമ്മ ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ മതി, ജയിക്കാനുള്ളതായിട്ടുണ്ടെന്ന്. ആ സാക്ഷ്യം കേട്ടാൽ ഭയങ്കര അഭിഷേകമാണ് അതിന്. എൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവളുടെ മനസ്സിലായി ഇത് സങ്കീർണമാണ് വിഷയമെന്ന്, ഇത് മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന്. അതുകൊണ്ട് എന്ത് ചെയ്ത് ഗ്രേസ് വർക്ക് ചെയ്യാൻ വേണ്ടി പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറയണത്. അതായത് ഒരു വിഷയം മെറിറ്റിൽ വർക്ക് ചെയ്യത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എൻ്റെ മക്കൾ മോർ ഇമ്പോർട്ടൻസ് ഗ്രേസിന് കൊടുക്കണം. കൃപയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, കൃപ ആർജിക്കാനും കൃപയിൽ വളരാനും കൃപ നിറയാനും വേണ്ടി. അതായത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21:9 കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇൻ കേസ് നമുക്ക് മെറിറ്റിൽ നമ്മൾ ഓക്കെ ആണെങ്കിലും മെറിറ്റ് മതിയെന്ന് നമ്മൾ തീരുമാനിക്കരുത്. മനസ്സിലായില്ലേ? അവരിപ്പോൾ മീനും പിടിച്ചുകൊണ്ട് വരത്തില്ലേ, കർത്താവ് പറഞ്ഞിട്ട് വലതുവശത്ത് വല എറിഞ്ഞിട്ട് അവർ വള്ളം നിറച്ച് മീനും പിടിച്ചുകൊണ്ടാണ് വരണത്.
ഇല്ലേ? പക്ഷെ അങ്ങനെ വള്ളം നിറച്ച് മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോഴും ഈ കടലിൽ നിന്ന് പിടിക്കാത്ത ഈ വല കിട്ടാത്ത വേറെ 2-3 മത്സ്യവും കൊണ്ട് കർത്താവ് ചുട്ട് അവരെ കാത്തിരിക്കണം കണ്ടില്ലേ? ദാറ്റ് ഈസ് ഗ്രേസ്. അതാണ് കൃപ. 153 മത്സ്യങ്ങളും കൊണ്ടാണ് അവർ വരണത്. പക്ഷെ ആ 153 മത്സ്യം ഉണ്ടെങ്കിലും 153 155 കർത്താവ് കൃപ ഒരിക്കലും നിങ്ങളുടെ യോഗ്യതയെ നമ്മുടെ യോഗ്യത ഒരിക്കലും കൃപയെ തള്ളി മാറ്റാൻ നമ്മൾ അനുവദിക്കരുത്. യു കാച്ച് മീ അല്ലേ? മനസ്സിലായില്ലേ? നിങ്ങൾക്ക് എന്നാ യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങളെ തലക്കനമാക്കി എടുത്തിട്ട് കൃപയെ തള്ളി മാറ്റാൻ വേണ്ടി നിങ്ങളുടെ യോഗ്യത കൊണ്ട് നിങ്ങൾ ശ്രമിക്കരുത്. അതെനിക്കറിയാം, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, നമുക്കവിടെ ആളുണ്ട്, ഇല്ല അത് കുഴപ്പമില്ല, നമുക്ക് പൈസ ഓൾറെഡി ബാങ്കിലുണ്ട്. ഇങ്ങനെ ഉണ്ടെന്ന് പറയുന്നതാണ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടേ പോകത്തുള്ളൂ. ഉണ്ടാകാം, അത് ഉള്ളത് ദൈവം തന്നതാണ്. പക്ഷേ എല്ലാ ഉള്ളായ്മയേക്കാൾ വലുതാണ് കർത്താവേ നീ ഞങ്ങളുടെ കൂടെ വരണമെങ്കിൽ. ആൻഡ് വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. മോസസ് എന്താ പറയണത്? നീ ഞങ്ങളുടെ കൂടെ വന്ന ടേക്ക് ദ വേഴ്സിക്കൽ, അതായത് നീ ഞങ്ങളുടെ കൂടെ വന്നാൽ വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തിനാണ് ഈ വരേണ്ടത്? ഈ മെറിറ്റ് ഉണ്ടെങ്കിലും പിന്നെ എന്തിനാ ദൈവത്തെ നമുക്ക് കിട്ടണത്? ദൈവം തന്നെ ആഗ്രഹിച്ച് സാന്നിധ്യം നൽകിയ ഒരു ഉടമ്പടി ഉണ്ടാക്കി നമ്മുടെ കൂടെ വരുന്ന എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മകളും മകനുമാണ് നീയെങ്കിലേ യു ആർ നോട്ട് എൻ ഓർഡിനറി വുമൺ, ഓർഡിനറി മാൻ, യു ആർ ഡിഫറെൻറ്റ് മാൻ, യു മസ്റ്റ് ബി എ ഡിഫറെൻറ്റ് മാൻ. നിങ്ങളൊരു പ്രത്യേക ആൾക്കാരായി മാറണമെന്ന് വചനത്തിൻ്റെ ഒരു ആന്തരിക സ്വപ്നമാണത്. വായിച്ചോളൂ. പുറപ്പാട് 33:16. ഒന്ന് പറഞ്ഞ പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, എന്ന് പറഞ്ഞ അങ്ങ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. We will be a different people. ഞങ്ങൾ വ്യത്യസ്തരായിരിക്കുമെന്ന്. കൃപ നിങ്ങളെ വ്യത്യസ്തരാക്കാൻ കൈയിടിച്ച് കർത്താവ് എന്ന് വെച്ചാൽ നിന്റെ യോഗ്യതയെ കർത്താവ് അവമതിക്കത്തില്ല. നിന്റെ ബുദ്ധി, നിന്റെ ശക്തി, നീ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത്, നീ 2 മണിവരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ടില്ലേ? അന്യരാജ്യങ്ങളിൽ നാട്ടിൽ നിന്നൊക്കെ വരുന്ന മക്കൾ എന്നോട് പറയും, അച്ഛാ 2 മണി 3 മണി വരെ ഇരുന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ പോയ പോലെയല്ല, ക്ഷീണിച്ച്. എൻ്റെ ഇടവകക്കാരൊക്കെ പോയിട്ട് വരുമല്ലേ, അപ്പോൾ ഇങ്ങനെ കോലം തിരിഞ്ഞൊക്കെ വരും. അപ്പം ഞാൻ പറഞ്ഞു, നീയൊക്കെ ഇങ്ങനെ കൊല തിരിയേണ്ട കാര്യം എന്താണ്? എൻ്റെ അച്ഛാ രാത്രി 1 മണി വരെ 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കുമെന്ന്. എൻ്റെ ദൈവവേദന അത് മെറിറ്റാണ്, അയോഗ്യതയാണ്. അത് ദൈവം തള്ളിക്കളയത്തില്ല. നീ രാത്രി 3 മണി വരെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ കർത്താവിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും നീ പഠിച്ച മണിക്കൂറും ഉണ്ട്. അതാണ് പറയണത്, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യം കൊണ്ടുവരാൻ പറയും. അതാണ് മെറിറ്റ് കൊണ്ടുവരാൻ. അല്ലാതെ ഈശോ തന്നത് മാത്രമല്ല, നിങ്ങളുടെ അധ്വാനത്തിൽ